ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ മറ്റൊരു നീണ്ട യാത്ര പോവുകയാണ്. ഇത് സ്വർണം തേടിയോ നിഗൂഢമായ നിധികൾ കണ്ടെത്താനോ പഴയ സാമ്രാജ്യങ്ങളുടെ കഥ പറയാനോ ഉള്ള യാത്രയല്ല. മറിച്ച് നമ്മുടെയെല്ലാം പോക്കറ്റിലും പേഴ്സിലും ഇരിക്കുന്ന, ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുകയും മറ്റു ചിലപ്പോൾ നമ്മളെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, പണത്തിൻ്റെ കഥ. ഈ യാത്ര നടക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തോ കാലത്തോ അല്ല. മനുഷ്യൻ ആദ്യമായി കൂട്ടമായി ജീവിക്കാൻ തുടങ്ങിയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഗുഹകളിൽ തുടങ്ങി ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ സ്ക്രീനുകൾ വരെ ഈ കഥയ്ക്ക് വേദിയാകുന്നുണ്ട്. നമ്മൾ ഈ കഥയിൽ കണ്ടുമുട്ടുന്ന പ്രധാന കഥാപാത്രങ്ങൾ രാജാക്കന്മാരോ രാജ്ഞിമാരോ അല്ല, മറിച്ച് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാണ്. ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി തനിക്കുള്ളത് മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറായ ഒരു മുക്കുവൻ, തൻ്റെ കയ്യിലുള്ള ഒരു ചാക്ക് ധാന്യത്തിന് എന്ത് മൂല്യമുണ്ടെന്ന് ചിന്തിച്ച ഒരു കർഷകൻ, ലോഹക്കട്ടകളിൽ സ്വന്തം മുഖം കൊത്തിവെച്ച് അതിന് മൂല്യമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരി. ഇവരെല്ലാമാണ് നമ്മുടെ കഥാപാത്രങ്ങൾ. ഈ യാത്രയിൽ പണമെന്ന ആശയം തന്നെ ഇല്ലാതിരുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ ആദ്യം സഞ്ചരിക്കും. അവിടെ മനുഷ്യർ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്നു. പിന്നീട് തിളങ്ങുന്ന കക്കികളും കല്ലുകളും ഉപ്പുമെല്ലാം എങ്ങനെയാണ് ആദ്യത്തെ പണമായി മാറിയതെന്ന് നമ്മൾ അത്ഭുതത്തോടെ നോക്കിക്കാണും. അവിടെ നിന്ന് രാജാവിൻ്റെ മുദ്രയുള്ള ആദ്യത്തെ നാണയങ്ങൾ ഉണ്ടാകുന്നതും, ചൈനയിൽ എവിടെയോ ഒരു കച്ചവടക്കാരൻ ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിക്കുന്നതും നമ്മൾ കാണും. പതുക്കെ പതുക്കെ പണം നമ്മുടെ കയ്യിൽ നിന്ന് മാഞ്ഞ് ബാങ്കുകളിലെ അദൃശ്യമായ അക്കങ്ങളായി മാറുന്നതിനും ഇന്ന് ക്രിപ്റ്റോ കറൻസി എന്ന മാന്ത്രിക രൂപം പ്രാപിക്കുന്നതിനും നമ്മൾ സാക്ഷിയാകും. പക്ഷേ ഇത് പണത്തിൻ്റെ രൂപം മാറിയതിൻ്റെ കഥ മാത്രമല്ല, പണം എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിയതെന്നും നമ്മൾ അന്വേഷിക്കും. ചിലർക്ക് തലമുറകളായി സ്വത്തുകൾ കൈമാറി വരുമ്പോൾ മറ്റു ചിലർക്ക് ദാരിദ്ര്യം മാത്രം പാരമ്പര്യമായി കിട്ടുന്നതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചെയ്യും. ദാരിദ്ര്യമെന്നത് ഒരു വ്യക്തിയുടെ മാത്രം തെറ്റാണോ, അതോ നമ്മൾ ജീവിക്കുന്ന ഈ വ്യവസ്ഥിതിക്ക് അതിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കും. ഒരേ കറൻസി നോട്ടിന് പണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കയ്യിലിരിക്കുമ്പോൾ എങ്ങനെയാണ് അർത്ഥം മാറുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെടും. അവസാനം ആരാണ് ഈ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും തട്ടുകൾ ഉണ്ടാക്കിയതെന്നും ഇന്നത് ആരാണ് നിയന്ത്രിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. എല്ലാത്തിനുമൊടുവിൽ ഒരു വലിയ ചോദ്യം ബാക്കിയാകും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ പണമാണോ നമ്മൾ നിയന്ത്രിക്കുന്നത്, അതോ നമ്മൾ പണത്തെയാണോ എന്ന ചോദ്യം. ഈ യാത്രയുടെ തുടക്കം ഒരു പുഴയുടെ തീരത്താണ്. അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ വീടുകളുണ്ട്, മനുഷ്യരുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്. പക്ഷേ അവിടെ ഒരൊറ്റ നാണയം പോലുമില്ല, ഒരു നോട്ട് പോലുമില്ല. ആളുകളുടെ കയ്യിൽ പണമില്ല, കാരണം പണമെന്ന വാക്ക് പോലും അവർ കേട്ടിട്ടില്ല. ആ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ഒന്നോർത്തു നോക്കൂ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. നമ്മുടെ കഥയിലെ ആ ഗ്രാമത്തിലേക്ക് തിരികെ വരാം. ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ് കോരൻ. കോരൻ ഒരു മുക്കുവനാണ്. ഇന്ന് രാവിലെ പുഴയിൽ പോയപ്പോൾ അയാൾക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കോരൻ്റെ കയ്യിലിരിക്കുന്ന ചെരുപ്പ് പഴകി അതിൻ്റെ വാറ് പൊട്ടാറായിരിക്കുന്നു. അയാൾക്ക് പുതിയൊരു ചെരുപ്പ് വേണം. ഗ്രാമത്തിൻ്റെ മറ്റേ അറ്റത്താണ് ചെരുപ്പ് കുത്തിയായ രാമൻ താമസിക്കുന്നത്. കോരൻ മീനുമായി രാമൻ്റെ അടുത്തേക്ക് നടന്നു. രാമൻ നല്ല ഉറപ്പുള്ള ചെരുപ്പുകൾ ഉണ്ടാക്കും. ഒരെണ്ണം കിട്ടിയാൽ 1 വർഷം വരെ ഉപയോഗിക്കാം. കോരൻ രാമൻ്റെ കുടിലിന് മുന്നിലെത്തി കയ്യിലുള്ള വലിയ മീൻ കാണിച്ചു പറഞ്ഞു, രാമ, എനിക്കൊരു ജോഡി ചെരുപ്പ് വേണം. അതിനു പകരം ഈ മീൻ നീ എടുത്തോ. രാമൻ മീനിനെ നോക്കി. നല്ല മീനാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവൻ്റെ വീട്ടിൽ ഇന്നലെ പിടിച്ച മീൻ
ഇപ്പോഴും ബാക്കിയുണ്ട്. അവനിപ്പോൾ മീൻ വേണ്ട. അവനാവശ്യം തൻ്റെ കുടിലിൻ്റെ മേൽക്കൂര മേയാനുള്ള ഓലയാണ്. അവൻ കോരനോട് പറഞ്ഞു, കോര, എനിക്കിപ്പോൾ മീൻ വേണ്ട. എൻ്റെ കയ്യിൽ ചെരുപ്പുണ്ട്, പക്ഷേ എനിക്ക് ഓലയാണ് വേണ്ടത്. നീ ഓല കൊണ്ടുവാ, ഞാൻ ചെരുപ്പ് തരാം. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. കോരൻ്റെ കയ്യിൽ മീനുണ്ട്, പക്ഷേ രാമന് മീൻ വേണ്ട. രാമൻ്റെ കയ്യിൽ ചെരുപ്പുണ്ട്, പക്ഷേ കോരൻ്റെ കയ്യിൽ ഓലയില്ല. ഇപ്പോൾ കോരൻ എന്തു ചെയ്യും? അയാൾക്ക് ചെരുപ്പ് കിട്ടണമെങ്കിൽ ആദ്യം ഓല വിൽക്കുന്ന ഒരാളെ കണ്ടെത്തണം. എന്നിട്ട് ആ ഓലക്കാരന് മീൻ വേണോ എന്ന് ചോദിക്കണം. ഒരുപക്ഷേ ഓലക്കാരന് മീൻ വേണ്ടെങ്കിലോ? അയാൾക്ക് വേണ്ടത് ധാന്യമാണെങ്കിലോ? അപ്പോൾ കോരൻ ധാന്യം വിൽക്കുന്നവനെ തേടിപ്പോകണം. ആ ധാന്യക്കാരന് മീൻ വേണോ എന്ന് ചോദിക്കണം. ഭാഗ്യമുണ്ടെങ്കിൽ ധാന്യക്കാരന് മീൻ വേണ്ടിവരും. അപ്പോൾ കോരൻ മീൻ കൊടുത്ത് ധാന്യം വാങ്ങും. ആ ധാന്യം ഓലക്കാരന് കൊടുത്ത് ഓല വാങ്ങും. അവസാനം ആ ഓലയുമായി രാമൻ്റെ അടുത്തെത്തി ചെരുപ്പ് വാങ്ങും. ഒരു ജോഡി ചെരുപ്പ് വാങ്ങാൻ കോരൻ എത്ര അലയണം? ഈ സമ്പ്രദായത്തെയാണ് നമ്മൾ ബാർട്ടർ സിസ്റ്റം അഥവാ സാധന കൈമാറ്റ വ്യവസ്ഥ എന്ന് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു. കോരൻ്റെ ഈ അനുഭവം അതിലൊന്നു മാത്രം. ഇതിനെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വോൺസ് എന്ന് സാമ്പത്തിക വിദഗ്ധർ തമാശ രൂപേണ വിളിക്കുന്നു. അതായത്, എൻ്റെ കയ്യിലുള്ള സാധനം നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ കയ്യിലുള്ള സാധനം എനിക്കും വേണം. ഇത് രണ്ടും ഒരേ സമയം ഒത്തുവന്നാൽ മാത്രമേ കച്ചവടം നടക്കൂ. ഇനി മറ്റൊരു പ്രശ്നം നോക്കാം. ഈ കൈമാറ്റ വ്യവസ്ഥയിൽ മൂല്യം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? കോരൻ്റെ മീനിന് പകരമായി ഒരു ജോഡി ചെരുപ്പ് എന്നത് ഒരു പക്ഷേ ശരിയായ കൈമാറ്റമായിരിക്കാം. എന്നാൽ കോരൻ്റെ കയ്യിലുള്ളത് ഒരു ചെറിയ മീനാണെങ്കിലോ? അപ്പോൾ രാമൻ ഒരു ചെരുപ്പ് മാത്രം കൊടുക്കുമോ? അതോ ഒരു ചെരുപ്പും അതിൻ്റെ വാറും കൊടുക്കുമോ? ഇനി കോരൻ്റെ കയ്യിൽ ഒരു പശുവാണുള്ളതെന്ന് കരുതുക. അവൻ ഒരു ജോഡി ചെരുപ്പാണ് വേണ്ടത്. അവൻ രാമനോട് പശുവിനെ കൊടുത്ത് ചെരുപ്പ് വാങ്ങാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? രാമൻ പറയും, ഒരു പശുവിന് ഞാൻ എൻ്റെ കടയിലുള്ള മുഴുവൻ ചെരുപ്പുകളും തരാം, പോരെ. കോരൻ അത്രയും ചെരുപ്പുകൾ ആവശ്യമില്ല, അവൻ ഒരു ജോഡി മതി. അപ്പോൾ പശുവിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പശു ഒരു ജീവിയാണ്. അതിനെ മുറിച്ചാൽ അതിൻ്റെ ജീവൻ പോകും. അതോടെ മൂല്യവും ഇല്ലാതാകും. ഇതാണ് ബാർട്ടർ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ തലവേദനകളിലൊന്ന്. സാധനങ്ങളെ വിഭജിക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരു പശു, ഒരാട്, ഒരു കസേര ഇവയൊന്നും ചെറിയ കഷ്ണങ്ങളാക്കി കച്ചവടം നടത്താൻ സാധിക്കില്ല. ഇതുപോലെ തന്നെയായിരുന്നു സമ്പത്ത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടും. ഒരു കർഷകന് തൻ്റെ വയലിൽ നിന്ന് 100 ചാക്ക് നെല്ല് കിട്ടിയെന്നിരിക്കട്ടെ. അവൻ ആ വർഷം ഒരു സമ്പന്നനാണ്. പക്ഷേ ആ നെല്ല് എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും? അടുത്ത മഴക്കാലത്ത് പുഴുക്കൾ വന്നാലോ, എലികൾ തിന്നു നശിപ്പിച്ചാലോ? അവൻ്റെ സമ്പത്ത് പതുക്കെ പതുക്കെ ഇല്ലാതാവുകയാണ്. മീൻ പോലുള്ള സാധനങ്ങളാണെങ്കിൽ 1-2 ദിവസത്തിനപ്പുറം കേടുകൂടാതിരിക്കില്ല. അതായത്, ബാർട്ടർ ലോകത്ത് സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുക എന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമായിരുന്നു. നിങ്ങളുടെ സമ്പത്ത് എപ്പോൾ വേണമെങ്കിലും അഴുകിപ്പോകാം, നശിച്ചു പോകാം. ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ആ പുരാതന ഗ്രാമങ്ങളിലെ ജീവിതം നിരന്തരമായ വിലപേശലുകളുടേതും അനിശ്ചിതത്വത്തിൻ്റേതുമായിരുന്നു. ഓരോ കച്ചവടവും ഒരു പുതിയ കണക്കാണ്. ഓരോ ഇടപാടും ഒരു പുതിയ തലവേദനയാണ്. ആളുകൾ അവരുടെ സമയം മുഴുവൻ തങ്ങൾക്കു വേണ്ട സാധനങ്ങൾ കിട്ടാനായി മറ്റു പലർക്കും ആവശ്യമുള്ള സാധനങ്ങൾ തേടി അലയുന്നതിൽ ചിലവഴിച്ചു. ഇത് കാര്യക്ഷമമല്ലാത്ത ഒരു രീതിയായിരുന്നു. സമൂഹം വളരുന്നതിനനുസരിച്ച്, കൂടുതൽ ആളുകൾ വരുന്നതിനനുസരിച്ച്, പുതിയ തരം സാധനങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് ഈ സമ്പ്രദായം ഒരു വലിയ ഭാരമായി മാറി. എന്തെങ്കിലും ഒരു പോംവഴി കൂടിയേ തീരൂ എന്ന അവസ്ഥ വന്നു. എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ, എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന, വിഭജിക്കാൻ പറ്റുന്ന, കാലം ഒരുപാട് കഴിഞ്ഞാലും നശിച്ചു പോകാത്ത ഒരു പൊതുവായ വസ്തുവിൻ്റെ ആവശ്യം അവർക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പണത്തിൻ്റെ ആദ്യത്തെ രൂപങ്ങൾ ഉണ്ടാകുന്നത്. ആ ചിന്തയിൽ നിന്ന്, ആ ഒരു ആവശ്യത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തം സംഭവിക്കുന്നത്. അത് ചക്രമോ തീയോ പോലുള്ള ഒരു ഭൗതികമായ കണ്ടുപിടുത്തമായിരുന്നില്ല, മറിച്ച് അതൊരാശയമായിരുന്നു. എല്ലാവർക്കും ഒരുപോലെ മൂല്യം കൽപ്പിക്കാൻ കഴിയുന്ന, കൈമാറ്റത്തിന് മാത്രമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു. ഈ ആശയത്തിൽ നിന്നാണ്
പണമെന്ന സങ്കല്പത്തിൻ്റെ ആദ്യത്തെ രൂപങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അത് നമ്മളിന്ന് കാണുന്ന നോട്ടോ നാണയമോ ആയിരുന്നില്ല. മറിച്ച് മനുഷ്യർ തങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആവശ്യമുള്ള ചില സാധനങ്ങളെ ഒരു പൊതുവായ അളവുകോലായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ ചരക്ക് പണം അഥവാ കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരം സാധനങ്ങളാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. അതിലേറ്റവും പ്രശസ്തമായ ഒന്നായിരുന്നു കവിടി അഥവാ കടൽപ്പന്നി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും പസഫിക് സമുദ്രത്തിലെയും ചില ദ്വീപുകളിൽ നിന്നു മാത്രം ലഭിച്ചിരുന്ന ഈ ചെറിയ തിളങ്ങുന്ന ജീവിയുടെ പുറന്തോട് ഒരു പണമായി ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവയെല്ലാം ഏകദേശം ഒരേ വലിപ്പത്തിലും രൂപത്തിലുമായിരുന്നു. അതുകൊണ്ട് മൂല്യം കണക്കാക്കാൻ എളുപ്പമാണ്. അവ ചെറുതായിരുന്നു, അതുകൊണ്ട് പോക്കറ്റിലിട്ടോ ഒരു ചെറിയ സഞ്ചിയിലാക്കിയോ എവിടേക്കും കൊണ്ടുപോകാം. കല്ലുപോലെ ഉറപ്പുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും നശിച്ചു പോകില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവ അത്ര എളുപ്പത്തിൽ കിട്ടുമായിരുന്നില്ല. കടലിൻ്റെ അടിയിൽ പോയി പെറുക്കിയെടുക്കണം. അതുകൊണ്ട് ആർക്കും തോന്നുമ്പോൾ പോയി ഒരു ചാക്ക് കവിടി വാരിയെടുത്ത് സമ്പന്നനാകാൻ കഴിയില്ലായിരുന്നു. ആഫ്രിക്ക, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെ പുരാതന കച്ചവട കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് വർഷങ്ങളോളം കവിടിയായിരുന്നു പ്രധാനപ്പെട്ട പണം. ഒരു കുട്ട നിറയെ പഴങ്ങൾ വാങ്ങാൻ ഒരു പിടി കവിടി കൊടുത്താൽ മതിയായിരുന്നു. ഒരാടിനെ വാങ്ങണമെങ്കിൽ ഒരു സഞ്ചി നിറയെ കവിടി കൊടുക്കേണ്ടി വരും. കോരൻ്റെ കയ്യിൽ മീനിന് പകരം ഒരു സഞ്ചി കവിടിയാണുണ്ടായിരുന്നതെങ്കിൽ അയാൾക്ക് ചെരുപ്പ് വാങ്ങാൻ അത്രയധികം അലയേണ്ടി വരുമായിരുന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. കവടിയേക്കാൾ മൂല്യമുള്ള ഒന്നായിരുന്നു ഉപ്പ്. ഇന്ന് നമുക്ക് ഉപ്പ് വളരെ നിസ്സാരമായൊരു വസ്തുവാണ്. കടയിൽ പോയാൽ ചെറിയ വിലയ്ക്ക് കിട്ടും. എന്നാൽ പുരാതന കാലത്ത് ഉപ്പ് സ്വർണ്ണത്തോളം വിലയുള്ളതായിരുന്നു. കാരണം ഉപ്പ് രുചിക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. അക്കാലത്ത് ഭക്ഷണം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഏക മാർഗമായിരുന്നു ഉപ്പ്. ഇന്നത്തെ പോലെ ഫ്രിഡ്ജോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാതിരുന്നതുകൊണ്ട് ഇറച്ചിയും മീനുമെല്ലാം ഉപ്പിലിട്ട് ഉണക്കിയാണ് ദീർഘകാലം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഉപ്പ് എന്നത് ജീവൻ നിലനിർത്താൻ അത്യാവശ്യമുള്ള ഒരു വസ്തുവായി മാറി. റോമൻ സാമ്രാജ്യത്തിൽ പട്ടാളക്കാർക്ക് ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൊടുത്തിരുന്നത് ഉപ്പായിട്ടായിരുന്നു. ലത്തീൻ ഭാഷയിൽ ഉപ്പിന് സാൽ എന്നാണ് പറയുക. പട്ടാളക്കാർക്ക് ഉപ്പ് കൊടുക്കുന്ന ഈ രീതിയെ സലേറിയം എന്ന് വിളിച്ചു. ആ വാക്കിൽ നിന്നാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന സാലറി എന്ന ഇംഗ്ലീഷ് വാക്കുണ്ടായത്. ഒന്ന് ഓർത്തു നോക്കൂ, നിങ്ങളുടെ മാസശമ്പളം ഉപ്പായിട്ട് കിട്ടുന്ന ഒരു കാലം. ഒരു റോമൻ പട്ടാളക്കാരൻ തനിക്ക് കിട്ടിയ ഉപ്പിൻ്റെ ചെറിയ കിഴി അരയിൽ ഭദ്രമായി കെട്ടിവെച്ച് ചന്തയിലേക്ക് പോകുന്ന രംഗം സങ്കല്പിച്ചു നോക്കൂ. അവിടെ അയാൾ ഒരു പാത്ര കച്ചവടക്കാരനുമായി വിലപേശുകയാണ്. ഈ വലിയ പാത്രത്തിന് എത്ര ഉപ്പ് വേണം? ഒരു സ്പൂൺ ഉപ്പ് തന്നാൽ മതി. ആ കച്ചവടം എത്ര എളുപ്പത്തിൽ നടക്കുന്നു. ഇതുപോലെ ലോകത്തിൻ്റെ ഓരോ കോണിലും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതരം ചരക്ക് പണങ്ങൾ നിലവിൽ വന്നു. തണുപ്പുള്ള രാജ്യങ്ങളിൽ മൃഗങ്ങളുടെ തുകലും രോമക്കുപ്പായങ്ങളും പണമായി ഉപയോഗിച്ചു. കാരണം തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അവ അത്യാവശ്യമായിരുന്നു. ചില ആഫ്രിക്കൻ ഗോത്രങ്ങൾക്കിടയിൽ ചെറിയ ലോഹ കഷ്ണങ്ങളും വളകളുമായിരുന്നു പണം. സൈബീരിയ പോലുള്ള സ്ഥലങ്ങളിൽ ചായയില ഉണക്കി കട്ടകളാക്കി ആ ചായക്കട്ടകൾ പണമായി ഉപയോഗിച്ചിരുന്നു. കാരണം കൊടും തണുപ്പിൽ ശരീരത്തിന് ചൂട് കിട്ടാൻ ചായ അത്യാവശ്യമായിരുന്നു. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്: പണമെന്ന ആശയം മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. ബാർട്ടർ സമ്പ്രദായത്തിലെ തലവേദനകൾ ഒഴിവാക്കാൻ ഓരോ സമൂഹവും അവർക്ക് ഏറ്റവും വിലപ്പെട്ടതും കൈമാറ്റം ചെയ്യാൻ സൗകര്യമുള്ളതുമായ ഒരു വസ്തുവിനെ തങ്ങളുടെ പൊതുവായ പണമായി തിരഞ്ഞെടുത്തു. പക്ഷേ എല്ലാ സമൂഹങ്ങളും കവിടിയോ ഉപ്പോ അല്ല പണമായി കണ്ടത്. പുൽമേടുകളിൽ ജീവിച്ചിരുന്ന, കൃഷിയേക്കാൾ കന്നുകാലികളെ ആശ്രയിച്ചിരുന്ന സമൂഹങ്ങളിൽ സമ്പത്തിൻ്റെ അളവുകോൽ കന്നുകാലികളായിരുന്നു. ഒരാൾ എത്ര വലിയ പണക്കാരനാണെന്നറിയാൻ അയാൾക്ക് എത്ര പശുക്കളോ ആടുകളോ ഉണ്ടെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. സമ്പത്ത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ കന്നുകാലികളുടെ എണ്ണമാണ് പറഞ്ഞിരുന്നത്. ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ, പെക്യുനിയറി തുടങ്ങിയ വാക്കുകൾക്കെല്ലാം അടിസ്ഥാനം കന്നുകാലികളെ സൂചിപ്പിക്കുന്ന ലത്തീൻ വാക്കായ പെക്കസ് ആണെന്നറിയുമ്പോൾ ഈ ബന്ധം നമുക്ക് വ്യക്തമാകും. കന്നുകാലികൾക്കൊരു വലിയ ഗുണമുണ്ടായിരുന്നു: അവ സ്വയം വർദ്ധിക്കും. ഒരു പശു പ്രസവിക്കുമ്പോൾ ഉടമസ്ഥൻ്റെ സമ്പത്തും വളരുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെ കോരൻ്റെ കഥയിൽ കണ്ടതുപോലെ
കന്നുകാലികളെ പണമായി ഉപയോഗിക്കുന്നതിനും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ജോഡി ചെരുപ്പ് വാങ്ങാൻ ഒരു പശുവിനെ കൊടുക്കുന്നത് നഷ്ടക്കച്ചവടമാണ്. പശുവിന് അസുഖം വരാം, അത് ചത്തുപോകാം. അതിന് തീറ്റ കൊടുക്കണം, നോക്കി വളർത്തണം. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ദൈനംദിന ഇടപാടുകൾക്ക് കന്നുകാലികൾ അത്രയൊന്നും പ്രായോഗികമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് മനുഷ്യൻ്റെ ശ്രദ്ധ ഭൂമിക്കടിയിലുള്ള തിളങ്ങുന്ന ചില ലോഹങ്ങളിലേക്ക് തിരിയുന്നത്. ചെമ്പ്, വെങ്കലം, വെള്ളി, പിന്നെ എല്ലാറ്റിനും ഉപരിയായി സ്വർണം. ഈ ലോഹങ്ങൾക്ക് പല ഗുണങ്ങളുമുണ്ടായിരുന്നു. അവ ഉപ്പുപോലെ വെള്ളത്തിൽ അലിഞ്ഞുപോകില്ല, കവിടി പോലെ എളുപ്പത്തിൽ പൊട്ടിപ്പോകില്ല, കന്നുകാലികളെപ്പോലെ രോഗം വന്ന് ചത്തുപോകില്ല. ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞാലും അവ അതേപോലെ നിലനിൽക്കും. അവയെ ചെറിയ കഷ്ണങ്ങളായി മുറിക്കാനും ഉരുക്കി ഒന്നാക്കാനും സാധിക്കുമായിരുന്നു. അതായത് ഒരു പശുവിനെ മുറിക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം ഇവിടെയില്ല. ഒരു ചെറിയ സാധനം വാങ്ങാൻ ഒരു ചെറിയ കഷ്ണം വെള്ളി കൊടുത്താൽ മതി. ഒരു വലിയ വീട് വാങ്ങാനാണെങ്കിൽ ഒരു വലിയ വെള്ളിപ്പാലി കൊടുക്കാം. പിന്നെ അവ കൊണ്ടു നടക്കാനും എളുപ്പമായിരുന്നു. ഒരു ചാക്ക് ഉപ്പിൻ്റെ മൂല്യം ഒരുപക്ഷെ ഒരു ചെറിയ സ്വർണ്ണക്കട്ടയ്ക്കുണ്ടാകും. ആ സ്വർണ്ണക്കട്ട ഒരു തുണിയിൽ പൊതിഞ്ഞ് എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം. അങ്ങനെ മെസൊപ്പൊട്ടേമിയയിലും ഈജിപ്തിലുമെല്ലാം ആളുകൾ ലോഹക്കട്ടകൾ പണമായി ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെയും പുതിയൊരു തലവേദനയുണ്ടായി. നിങ്ങളൊരു കച്ചവടക്കാരനാണെന്ന് സങ്കല്പിക്കുക. നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ ഒരു വെള്ളിക്കഷണം കൊണ്ടുവന്ന് ഒരു ചാക്ക് ഈന്തപ്പഴം ആവശ്യപ്പെടുന്നു. ആ വെള്ളിക്ക് എത്ര തൂക്കമുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ ത്രാസ് പുറത്തെടുക്കും. ഒരു തട്ടിൽ ഈന്തപ്പഴവും മറുതട്ടിൽ ആ വെള്ളിക്കഷണവും വെച്ച് തൂക്കം നോക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തൂക്കമളക്കാനുള്ള ചെറിയ പടികൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. നിങ്ങൾ ആ വെള്ളിക്കഷണം ത്രാസിൽ വെച്ച് അതിൻ്റെ തൂക്കം കൃത്യമായി അളക്കണം. ഇനി അടുത്ത പ്രശ്നം, അയാൾ തന്നത് ശുദ്ധമായ വെള്ളിയാണോ അതോ അതിൽ മറ്റെന്തെങ്കിലും ലോഹം കലർത്തിയിട്ടുണ്ടോ എന്നെങ്ങനെ അറിയും? അതിൻ്റെ നിറം നോക്കണം, ഉറപ്പ് പരിശോധിക്കണം. ഓരോ തവണ കച്ചവടം നടക്കുമ്പോഴും ഈ തൂക്കം നോക്കലും ശുദ്ധത പരിശോധിക്കലും ഒരു ജോലിയായി മാറി. ഇത് വളരെ സമയമെടുക്കുന്നതും പലപ്പോഴും തർക്കങ്ങളിൽ അവസാനിക്കുന്നതുമായ ഒരു ഏർപ്പാടായിരുന്നു. ഓരോ കച്ചവടക്കാരനും തൻ്റെ അരയിൽ ഒരു തുണിസഞ്ചിയിൽ പല വലുപ്പത്തിലുള്ള ലോഹക്കഷണങ്ങളും ഒരു ചെറിയ ത്രാസും ഒരു ഉരകല്ലും കൊണ്ട് നടക്കുന്ന ഒരു ലോകമൊന്ന് ഓർത്തു നോക്കൂ. കച്ചവടം വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. എല്ലാവർക്കും എല്ലാവരെയും ഒരു സംശയമാണ്. ഈ ഒരു അവസ്ഥ മാറ്റാൻ, ഈ തൂക്കിനോക്കലും പരിശോധനയും ഒഴിവാക്കാൻ ഒരു എളുപ്പവഴി വേണമായിരുന്നു. ആ വഴിയെക്കുറിച്ചുള്ള ചിന്തയാണ് പണത്തിൻ്റെ ചരിത്രത്തിലെ അടുത്ത വലിയ വിപ്ലവത്തിലേക്ക്, അതായത് നാണയങ്ങളുടെ പിറവിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ആ തൂക്കിനോക്കലിൻ്റെയും ഉലച്ചുനോക്കലിൻ്റെയും തലവേദന ഒരു പരിധിയില്ലാതെ തുടർന്നു. ഓരോ കച്ചവടക്കാരനും മറ്റൊരാളെ സംശയത്തോടെയാണ് നോക്കുന്നത്. ഓരോ ഇടപാടും ഒരു ചെറിയ യുദ്ധം പോലെയായി. ഈ ഒരു അവസ്ഥയ്ക്കൊരു പരിഹാരം വന്നത് ഇന്നത്തെ തുർക്കിയിലുള്ള പുരാതന ലിഡിയ എന്ന രാജ്യത്തിൽ നിന്നാണ്. ഏകദേശം 2700 വർഷങ്ങൾക്ക് മുൻപ് ലിഡിയയിലെ രാജാവായിരുന്ന അലിയാറ്റിസിന് ഒരാശയം തോന്നി. എൻ്റെ രാജ്യത്തെ കച്ചവടക്കാർ എന്തിനാണിങ്ങനെ സമയം കളയുന്നത്? ഓരോ ലോഹകഷ്ണവും തൂക്കി നോക്കിയും അതിൻ്റെ മാറ്റു നോക്കിയും അവർ ബുദ്ധിമുട്ടുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അദ്ദേഹം ഒരു പുതിയ വിദ്യ ആവിഷ്കരിച്ചു. രാജ്യത്തെ സ്വർണവും വെള്ളിയും ഒരു പ്രത്യേക അനുപാതത്തിൽ കലർത്തി ഇലക്ട്രം എന്നൊരു ലോഹസങ്കരമുണ്ടാക്കി. എന്നിട്ട് ആ ഇലക്ട്രം ഉപയോഗിച്ച് ഒരേ തൂക്കത്തിലും ഒരേ വലിപ്പത്തിലുമുള്ള ചെറിയ കട്ടകൾ വാർത്തെടുത്തു. അതിനുശേഷം വെറുതെ വാർത്തെടുക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. ഓരോ കട്ടയുടെ മുകളിലും തൻ്റെ രാജകീയ മുദ്ര, ഒരു സിംഹത്തിൻ്റെ തല പതിപ്പിച്ചു. ആ ഒരൊറ്റ മുദ്ര, ആ സിംഹത്തിൻ്റെ തല ലോകത്തിൻ്റെ ചരിത്രത്തെയാണ് മാറ്റിമറിച്ചത്. കാരണം ആ മുദ്ര ഒരു ഉറപ്പായിരുന്നു. ഈ കട്ടയ്ക്ക് ഇത്ര തൂക്കമുണ്ട്, ഇതിൽ ഇത്ര ശതമാനം സ്വർണവും വെള്ളിയുമുണ്ട്. അതിന് ഞാൻ ലിഡിയയിലെ രാജാവ് ഉറപ്പ് നൽകുന്നു എന്നൊരു വാഗ്ദാനമായിരുന്നു ആ മുദ്ര. ഇതോടെ ലോകത്തിലെ ആദ്യത്തെ നാണയങ്ങൾ പിറവിയെടുക്കുകയായിരുന്നു. ഇതൊരു ചെറിയ മാറ്റമായിരുന്നില്ല, അതൊരു വിപ്ലവമായിരുന്നു. ഇനി മുതൽ ലിഡിയയിലെ ചന്തയിൽ വരുന്ന ഒരാൾക്ക് മറ്റൊരാൾ കൊടുക്കുന്ന ഇലക്ട്രം കട്ടയുടെ തൂക്കമോ ശുദ്ധിയോ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അതിൽ രാജാവിൻ്റെ സിംഹമുദ്രയുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുണ്ടെങ്കിൽ കണ്ണുമടച്ച് വിശ്വസിക്കാം. അതോടെ കച്ചവടം വളരെ വേഗത്തിലായി. ത്രാസും ഉരകല്ലുമെല്ലാം കച്ചവടക്കാർക്ക് ഉപേക്ഷിക്കാമായിരുന്നു. പണത്തിലുള്ള വിശ്വാസം അത് കൈമാറുന്ന വ്യക്തിയിൽ നിന്ന് മാറി ആ നാണയം പുറത്തിറക്കിയ ഭരണകൂടത്തിലേക്ക്, രാജാവിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. നിങ്ങൾ ആരോടാണ് കച്ചവടം ചെയ്യുന്നത് എന്നതിന് പ്രസക്തിയില്ലാതായി.
നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നാണയത്തിന് രാജാവിൻ്റെ ഉറപ്പുണ്ടോ എന്നത് മാത്രം പ്രധാനമായി. ഈ ആശയം ഒരു കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. ലിഡിയയിൽ നിന്ന് അത് ഗ്രീസിലേക്കെത്തി. ഗ്രീക്കുകാർ അവരുടെ നഗരങ്ങളുടെയും ദൈവങ്ങളുടെയും ചിഹ്നങ്ങൾ നാണയങ്ങളിൽ പതിപ്പിച്ചു. ഏതൻസുകാർ അവരുടെ ജ്ഞാനത്തിൻ്റെ ദേവതയായ മൂങ്ങയുടെ ചിത്രം കൊത്തിയ വെള്ളി നാണയങ്ങൾ പുറത്തിറക്കി. ആ നാണയങ്ങൾ മെഡിറ്ററേനിയൻ കടൽ കടന്ന് ലോകമെമ്പാടുമെത്തി. പിന്നീട് വന്ന റോമാ സാമ്രാജ്യം നാണയങ്ങളെ ഒരു പ്രൊപ്പഗണ്ട ഉപകരണമായി തന്നെ ഉപയോഗിച്ചു. ഓരോ പുതിയ ചക്രവർത്തിയും അധികാരത്തിൽ വരുമ്പോൾ സ്വന്തം തലയുടെ ചിത്രം വെച്ച് പുതിയ നാണയങ്ങൾ പുറത്തിറക്കും. തങ്ങളുടെ സാമ്രാജ്യം എത്ര വലുതാണെന്നും തങ്ങളുടെ അധികാരം എത്ര ശക്തമാണെന്നും ലോകത്തെ അറിയിക്കാനുള്ള ഒരു മാർഗമായിരുന്നു അത്. കിഴക്ക് ഇന്ത്യയിലും ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ നാണയങ്ങൾ നിലവിൽ വന്നു. തുടക്കത്തിൽ പലതരം ചിഹ്നങ്ങൾ പതിപ്പിച്ച ലോഹകഷ്ണങ്ങളായിരുന്നു അവ. കാലക്രമേണ അവയിലും ഭരണാധികാരികളുടെ ചിത്രങ്ങളും പേരുകളും വന്നു തുടങ്ങി. അങ്ങനെ ലോകം മുഴുവൻ ലോഹനാണയങ്ങളുടെ ഒരു ലോകമായി മാറി. സ്വർണ്ണ നാണയങ്ങൾ വലിയ ഇടപാടുകൾക്കും, വെള്ളി നാണയങ്ങൾ ഇടത്തരം കച്ചവടങ്ങൾക്കും, ചെമ്പു നാണയങ്ങൾ ചെറിയ ദൈനംദിന ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു. കോരനെ പോലുള്ളവർക്ക് ഇനി മീൻ വിൽക്കാൻ പോകുമ്പോൾ തിരികെ ചെമ്പു നാണയങ്ങൾ കിട്ടും. ആ നാണയങ്ങളുമായി രാമൻ്റെ അടുത്ത് ചെന്നാൽ എളുപ്പത്തിൽ ചെരുപ്പ് വാങ്ങാം. ബാർട്ടർ സമ്പ്രദായത്തിലെ എല്ലാ തലവേദനകളും അതോടെ അവസാനിച്ചെന്ന് തോന്നും. പക്ഷേ മനുഷ്യൻ്റെ ഓരോ കണ്ടുപിടുത്തവും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുമ്പോൾ അത് പുതിയൊരു പ്രശ്നത്തിന് ജന്മം നൽകും. നാണയങ്ങളുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. നാണയങ്ങൾ വളരെ മികച്ചതായിരുന്നു, പക്ഷേ അവയ്ക്ക് നല്ല ഭാരമുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരന് തൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള കുറച്ച് ചെമ്പ് നാണയങ്ങൾ ഒരു തുണിസഞ്ചിയിലിട്ട് അരയിൽ കെട്ടിക്കൊണ്ടു നടക്കാമായിരുന്നു. എന്നാൽ ഒരു വലിയ കച്ചവടക്കാരൻ്റെ കാര്യമോ? അയാൾക്ക് ആയിരക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ ഒരു നഗരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കൊണ്ടുപോകണമെന്നിരിക്കട്ടെ. അതൊരു ചെറിയ ജോലിയല്ല. ആ നാണയങ്ങൾ നിറച്ച വലിയ തുകൽ സഞ്ചികൾക്ക് കിലോ കണക്കിന് ഭാരമുണ്ടാകും. അത് ചുമന്നുകൊണ്ടുപോകാൻ വേറെ ആളുകളെ വെക്കണം, അല്ലെങ്കിൽ ഒരു വണ്ടി തന്നെ വേണം. പോകുന്ന വഴിയിൽ കള്ളന്മാരുടെയോ കൊള്ളക്കാരുടെയോ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ ഒരു വണ്ടിയിൽ കെട്ടിവെച്ച് യാത്ര ചെയ്യുന്നത് എത്രത്തോളം അപകടം പിടിച്ചതാണെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ആരെങ്കിലും അത് മോഷ്ടിച്ചാൽ അതോടെ നിങ്ങൾ ദരിദ്രനായി. ഈയൊരു പ്രശ്നം, അതായത് നാണയങ്ങളുടെ ഭാരവും അത് കൊണ്ടു നടക്കുന്നതിലെ അപകട സാധ്യതയും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കേണ്ടത് അത്യാവശ്യമാക്കി മാറ്റി. സമ്പത്ത് ഒരിടത്ത് സുരക്ഷിതമായി വെച്ച് അതിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു രേഖ മാത്രം കൊണ്ടു നടന്നാൽ മതിയെന്ന ആശയം പതിയെ വ്യാപാരികൾക്കിടയിൽ രൂപപ്പെട്ടു തുടങ്ങി. ഭൗതികമായ ലോഹത്തിൽ നിന്ന് അമൂർത്തമായൊരു വാഗ്ദാനത്തിലേക്ക് പണം എന്ന സങ്കല്പം മാറാൻ സമയമായി എന്ന് ചരിത്രം തീരുമാനിക്കുകയായിരുന്നു. ആ മാറ്റമാണ് പണത്തെ കടലാസിലേക്ക് എത്തിച്ചത്. ആ ഭാരമേറിയ നാണയച്ചാക്കുകൾ ചുമന്നുകൊണ്ടുള്ള യാത്രകൾ വ്യാപാരികളുടെ ഉറക്കം കെടുത്തി. ഓരോ മലഞ്ചെരിവും ഓരോ കാടും അവർക്ക് പേടി സ്വപ്നമായി. അവരുടെ സമ്പത്ത് മുഴുവൻ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ പിടിച്ചെടുക്കാവുന്ന രൂപത്തിലായിരുന്നു. ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വന്നത് പക്ഷേ നാണയങ്ങൾ കണ്ടുപിടിച്ച പടിഞ്ഞാറൻ ലോകത്ത് നിന്നായിരുന്നില്ല, മറിച്ച് കിഴക്ക് ചൈനയിൽ നിന്നായിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ടാങ് രാജവംശം ചൈന ഭരിക്കുന്ന കാലം. അവിടുത്തെ തേയില വ്യാപാരികൾക്ക് ദൂരയാത്രകൾ ചെയ്യേണ്ടിയിരുന്നു. അവർ വലിയ അളവിലുള്ള ചെമ്പ് നാണയങ്ങളുമായാണ് യാത്ര ചെയ്തിരുന്നത്. ഈ ഭാരവും അപകടവും ഒഴിവാക്കാൻ അവരൊരു പുതിയ വിദ്യ കണ്ടുപിടിച്ചു. അവർ തങ്ങളുടെ നഗരത്തിലുള്ള ഒരു വിശ്വസ്തനായ ഏജന്റിൻ്റെ കയ്യിൽ നാണയങ്ങളെ ഏൽപ്പിക്കും. ഉദാഹരണത്തിന്, തലസ്ഥാന നഗരിയായ ചാങ്ആനിലുള്ള ഒരു വ്യാപാരി തൻ്റെ 1000 ചെമ്പ് നാണയങ്ങൾ അവിടെയുള്ളൊരു ഏജന്റിന് നൽകുന്നു. ആ ഏജന്റ് ആ നാണയങ്ങൾ തൻ്റെ നിലവറയിൽ ഭദ്രമായി വച്ചതിനു ശേഷം വ്യാപാരിക്ക് ഒരു കടലാസ് രസീത് നൽകും. ആ രസീതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും: ഈ കടലാസ് കൊണ്ടുവരുന്നയാൾക്ക് 1000 ചെമ്പ് നാണയങ്ങൾ നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതൊരു വാഗ്ദാനമാണ്, ഒരു ഉറപ്പാണ്. നമ്മുടെ വ്യാപാരിക്ക് ഇനി ആ 1000 നാണയങ്ങളുടെ ഭാരം ചുമക്കേണ്ട. അയാൾക്ക് ആ ചെറിയ കടലാസ് കഷ്ണം തൻ്റെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യാം. അങ്ങനെ യാത്ര ചെയ്ത് അയാൾ മറ്റൊരു നഗരത്തിലെത്തുന്നു. അവിടെ ആദ്യത്തെ ഏജന്റിൻ്റെ ഒരു ശാഖയുണ്ടാകും. അയാൾ ആ കടലാസ് അവിടെ കാണിക്കുമ്പോൾ അവിടുത്തെ ഏജന്റ്
അയാൾക്ക് 1000 ചെമ്പു നാണയങ്ങൾ എണ്ണിക്കൊടുക്കുന്നു. ഈ സംവിധാനത്തെ അവർ ഫെയ്ച്ചിയാൻ എന്ന് വിളിച്ചു. അതിനർത്ഥം പറക്കുന്ന പണം എന്നാണ്. പണം ഭൗതികമായി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ മൂല്യം ഒരു കടലാസ് കഷണത്തിൻ്റെ രൂപത്തിൽ ഒരു നഗരത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പറന്നെത്തുന്നു. ഇതൊരത്ഭുതകരമായ ആശയമായിരുന്നു. ഒരു വ്യാപാരിക്ക് തൻ്റെ മുതുകത്ത് കല്ല് ചുമക്കുന്നത് പോലെയുള്ള ഭാരം ഒഴിവായി കിട്ടി. അയാൾക്ക് മലകൾക്കിടയിലൂടെയുള്ള അപകടം പിടിച്ച പാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കള്ളന്മാരെ പേടിക്കേണ്ടതില്ല. കയ്യിലുള്ളത് വെറും ഒരു കടലാസാണെന്ന് അവർ കരുതും. അതിൻ്റെ യഥാർത്ഥ മൂല്യം അതിലെഴുതിയ ആ വാഗ്ദാനത്തിലാണെന്ന് അവർക്കറിയില്ലല്ലോ. ഇത് കച്ചവടത്തെ കൂടുതൽ വേഗത്തിലാക്കി, കൂടുതൽ സുരക്ഷിതമാക്കി. തുടക്കത്തിൽ ഇത് ഒരു സ്വകാര്യ ഏർപ്പാടായിരുന്നു. വിശ്വാസ്യതയുള്ള വലിയ വ്യാപാരികളും പണമിടപാടുകാരുമാണ് ഇത്തരം രസീതുകൾ നൽകിയിരുന്നത്. എന്നാൽ 10ാം നൂറ്റാണ്ടോടുകൂടി സോങ് രാജവംശം ഇതിൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു. അവർ ചിന്തിച്ചു, ഈ സംവിധാനം ഇത്രയധികം വിജയകരമാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സർക്കാരിന് നേരിട്ട് നടത്തിക്കൂടാ? അതോടെ ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക കടലാസു പണം പിറവിയെടുത്തു. അതിനെ ജിയോസി എന്ന് വിളിച്ചു. സർക്കാർ തന്നെ അച്ചടിച്ച് പുറത്തിറക്കുന്ന നോട്ടുകളായിരുന്നു അവ. കള്ളനോട്ടുകൾ ഉണ്ടാക്കുന്നത് തടയാൻ അതിൽ വളരെ സങ്കീർണമായ ചിത്രങ്ങളും ഒന്നിലധികം സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക മുദ്രകളും ഉണ്ടായിരുന്നു. ആ കടലാസിന് സ്വയമായി ഒരു മൂല്യവുമില്ല. അത് സ്വർണമോ വെള്ളിയോ അല്ല. പക്ഷേ അതിന് മൂല്യമുണ്ട്. കാരണം ചൈനയിലെ സർക്കാർ അതിന് ഉറപ്പു നൽകുന്നു. ഈ കടലാസ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ ഇതിൽ പറയുന്ന അത്രയും നാണയങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരും എന്ന സർക്കാരിൻ്റെ വാഗ്ദാനത്തിലാണ് ആളുകൾ വിശ്വസിച്ചത്. പണം അതിൻ്റെ ഭൗതികമായ രൂപത്തിൽ നിന്നും പതിയെ ഒരു വാഗ്ദാനത്തിൻ്റെ രൂപത്തിലേക്ക് മാറുകയായിരുന്നു. ഏകദേശം ഇതേ സമയത്താണ് മാർക്കോ പോളോയെ പോലുള്ള യൂറോപ്യൻ സഞ്ചാരികൾ ചൈനയിലെത്തുന്നത്. അവർ കണ്ട കാഴ്ചകൾ അവരെ അത്ഭുതപ്പെടുത്തി. ചൈനക്കാർ കടലാസ് കഷ്ണങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു. യൂറോപ്പിൽ അപ്പോഴും സ്വർണവും വെള്ളിയുമായിരുന്നു പണം. ഒരു കടലാസിനെങ്ങനെ വിലയുണ്ടാകുമെന്ന് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. അവർ യൂറോപ്പിൽ തിരിച്ചെത്തി ഈ കടലാസു പണത്തിൻ്റെ കഥകൾ പറഞ്ഞപ്പോൾ പലരും അത് വിശ്വസിച്ചില്ല. വെറും കെട്ടുകഥകളായി തള്ളിക്കളഞ്ഞു. പണമെന്നാൽ കയ്യിലെടുക്കാൻ പറ്റുന്ന ഭാരമുള്ള തിളങ്ങുന്ന എന്തോ ഒന്നാണെന്ന ചിന്തയിൽ നിന്ന് പുറത്തു കടക്കാൻ യൂറോപ്പിന് പിന്നെയും നൂറ്റാണ്ടുകളെടുത്തു. പടിഞ്ഞാറൻ ലോകത്ത് കടലാസു പണത്തിൻ്റെ ആശയം പ്രചാരത്തിലാകാൻ സഹായിച്ചത് ബാങ്കുകളുടെ വളർച്ചയാണ്. 17ാം നൂറ്റാണ്ടിൽ ലണ്ടനിലെ സ്വർണ്ണപ്പണിക്കാർ അഥവാ ഗോൾഡ് സ്മിത്ത് ഒരു പുതിയ സേവനം തുടങ്ങി. ആളുകൾക്ക് അവരുടെ സ്വർണവും വെള്ളിയും കള്ളന്മാരെ പേടിച്ച് വീട്ടിൽ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടവർ അത് സുരക്ഷിതമായ നിലവറകളുള്ള സ്വർണ്ണപ്പണിക്കാരുടെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. പണിക്കാർ ആ സ്വർണം വാങ്ങിവെച്ചിട്ട് അതിനൊരു രശീത് കൊടുക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ 100 സ്വർണ്ണ നാണയങ്ങൾ ഏൽപ്പിച്ചാൽ ഈ രശീത് കൊണ്ടുവരുന്നയാൾക്ക് 100 സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നെഴുതിയ ഒരു രശീത് നിങ്ങൾക്ക് കിട്ടും. ഇത് ചൈനയിലെ പറക്കുന്ന പണത്തിൻ്റെ അതേ ആശയം തന്നെയായിരുന്നു. തുടക്കത്തിൽ ആളുകൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അവർ സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് പോയി രശീത് കൊടുത്ത് സ്വർണം തിരിച്ചെടുത്ത് ആ സ്വർണം കൊടുത്താണ് കച്ചവടം ചെയ്തിരുന്നത്. എന്നാൽ പതിയെ അവരൊരു കാര്യം മനസ്സിലാക്കി. എന്തിനാണ് ഈ ബുദ്ധിമുട്ട്? സ്വർണം തിരിച്ചെടുക്കുന്നതിന് പകരം ആ രശീത് അങ്ങ് കൊടുത്താൽ പോരെ? ആ രശീത് കിട്ടുന്നയാൾക്ക് ആവശ്യമെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പോയി സ്വർണം മാറ്റിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ ആ രശീതുകൾ, ആ വാഗ്ദാന പത്രങ്ങൾ ആളുകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടാൻ തുടങ്ങി. പണം കൊടുക്കുന്നതിന് പകരം ആളുകൾ ആ കടലാസുകൾ കൊടുത്തു. ആ കടലാസുകൾ തന്നെ പണമായി മാറി. ഈ സ്വർണ്ണപ്പണിക്കാരാണ് പിന്നീട് ആധുനിക ബാങ്കുകളായി മാറിയത്. അവർ നൽകിയ രശീതുകളാണ് ഇന്നത്തെ ബാങ്ക് നോട്ടുകളുടെ ആദ്യ രൂപം. ഈ ഘട്ടത്തിൽ ബാങ്കുകൾ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. സ്വർണം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച എല്ലാവരും ഒരേ ദിവസം വന്ന് അത് തിരിച്ചു ചോദിക്കുന്നില്ല. സാധാരണഗതിയിൽ 10-1 പോലും വരുന്നില്ല. ബാക്കിയുള്ള 90% സ്വർണവും വെറുതെ നിലവറയിലിരിക്കുകയാണ്. അപ്പോൾ ബാങ്കുകാർ ചിന്തിച്ചു, വെറുതെ ഇരിക്കുന്ന ഈ സ്വർണം ഉപയോഗിച്ച് നമുക്ക് കുറച്ചുകൂടി പണമുണ്ടാക്കിക്കൂടെ? അവർ ഒരു പുതിയ തട്ടിപ്പ്, അല്ല, ഒരു പുതിയ ബിസിനസ് തന്ത്രം കണ്ടുപിടിച്ചു. അവർ നിലവറയിലുള്ള സ്വർണത്തിൻ്റെ ഉറപ്പിൽ കൂടുതൽ നോട്ടുകൾ അച്ചടിച്ച് ആളുകൾക്ക് കടം കൊടുക്കാൻ തുടങ്ങി.
നിങ്ങളുടെ കയ്യിൽ 100 സ്വർണ്ണ നാണയമേ ഉള്ളുവെങ്കിലും നിങ്ങൾക്കൊരുപക്ഷെ 500 സ്വർണ്ണ നാണയങ്ങളുടെ മൂല്യമുള്ള നോട്ടുകൾ അച്ചടിച്ച് കടം കൊടുക്കാൻ പറ്റും. കാരണം കടം വാങ്ങിയ 5 പേരും ഒരേ സമയം വന്ന് സ്വർണം ആവശ്യപ്പെടില്ല എന്നൊരു വിശ്വാസത്തിലാണ് ആ കളി നടക്കുന്നത്. ഇതിനെയാണ് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള നിക്ഷേപത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കയ്യിൽ വെച്ച് ബാക്കി നിങ്ങൾക്ക് കടം കൊടുക്കാം. ഇതോടെ പണം എന്നത് നിലവരയിലിരിക്കുന്ന സ്വർണം മാത്രമല്ല, ബാങ്കുകൾ നൽകുന്ന കടവും കൂടിയായി മാറി. പണം അങ്ങനെ ഒരു വാഗ്ദാനത്തിൽ നിന്ന് ഒരു കടമായി പരിണമിച്ചു. പണം കൂടുതൽ അദൃശ്യമാവുകയായിരുന്നു. ബാങ്കുകൾ കടലാസു നോട്ടുകൾ അടിച്ചിറക്കി. ആ നോട്ടുകൾക്ക് പകരമായി നിലവറയിൽ സ്വർണമുണ്ടെന്നൊരു വിശ്വാസത്തിൽ നമ്മൾ ജീവിച്ചു. പണം അങ്ങനെ ഒരു കടലാസു വാഗ്ദാനമായി മാറി. പക്ഷേ ആ കടലാസിന് പോലും ഒരു ഭൗതികമായ രൂപമുണ്ടായിരുന്നു. അത് കീറിപ്പോകാം, കത്തിപ്പോകാം, നഷ്ടപ്പെടാം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പുതിയൊരു കണ്ടുപിടുത്തം പണത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ വീണ്ടും മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. അത് ടെലിഗ്രാഫായിരുന്നു. അതുവരെ പണം ഏറ്റവും വേഗത്തിൽ സഞ്ചരിച്ചിരുന്നത് ഒരു കുതിരയുടെയോ കപ്പലിൻ്റെയോ വേഗത്തിലായിരുന്നു. നിങ്ങൾ ലണ്ടനിലിരുന്ന് ന്യൂയോർക്കിലേക്ക് പണം അയക്കണമെങ്കിൽ ആ പണം ഒരു കപ്പലിൽ കയറ്റി ആഴ്ചകളോളം കാത്തിരിക്കണമായിരുന്നു. എന്നാൽ ടെലിഗ്രാഫ് വന്നതോടെ കഥ മാറി. ആദ്യമായി പണത്തിന് മനുഷ്യനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിച്ചു. വെസ്റ്റേൺ യൂണിയൻ പോലുള്ള കമ്പനികൾ ഒരു പുതിയ സേവനം തുടങ്ങി. നിങ്ങൾ ലണ്ടനിലെ ഓഫീസിൽ $100 കൊടുത്താൽ അവർ ന്യൂയോർക്കിലുള്ള അവരുടെ ഓഫീസിലേക്ക് ഒരു ടെലിഗ്രാഫ് സന്ദേശം അയക്കും. മിസ്റ്റർ ജോണിന് $100 കൊടുക്കുക. മിനിറ്റുകൾക്കുള്ളിൽ ന്യൂയോർക്കിലെ ഓഫീസിൽ ആ സന്ദേശം കിട്ടും. മിസ്റ്റർ ജോണിന് അവിടെ നിന്ന് പണം വാങ്ങാം. ഇവിടെ യഥാർത്ഥത്തിൽ നോട്ടുകൾ ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് സഞ്ചരിക്കുന്നില്ല. മറിച്ച് പണത്തെക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ മാത്രമാണ് കമ്പിയിലൂടെ സഞ്ചരിക്കുന്നത്. പണം അതിൻ്റെ ഭൗതിക രൂപം വെടിഞ്ഞ് ഒരു ഇലക്ട്രോണിക് സിഗ്നലായി മാറിയതിൻ്റെ ആദ്യത്തെ ഉദാഹരണമായിരുന്നു ഇത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പണം വരും വർഷങ്ങളിൽ കൂടുതൽ അദൃശ്യമാകാൻ പോവുകയായിരുന്നു. ഈ മാറ്റത്തിലെ അടുത്ത വലിയ കാൽവയ്പ് നടന്നത് 1950-ൽ ന്യൂയോർക്കിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഫ്രാങ്ക് മെക്നമാര എന്നൊരു ബിസിനസ്സുകാരൻ തൻ്റെ ക്ലയൻറ്റ്സുമായി ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു. ബില്ല് കൊടുക്കാൻ സമയമായപ്പോൾ അയാൾ പേഴ്സിനു വേണ്ടി തൻ്റെ പോക്കറ്റിൽ തപ്പി. പേഴ്സ് അവിടെയില്ല. അത് വീട്ടിലിരിക്കുന്ന കോട്ടിൻ്റെ പോക്കറ്റിലാണ്. ആ നിമിഷം അയാൾക്ക് വലിയ നാണക്കേട് തോന്നി. തൻ്റെ ഭാര്യയെ ഫോൺ വിളിച്ച് പേഴ്സുമായി വരാൻ പറയേണ്ടി വന്നു. ആ സംഭവത്തിൽ നിന്നുണ്ടായ ജാള്യതയിൽ നിന്നാണ് അദ്ദേഹത്തിനൊരാശയം ഉദിച്ചത്. നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും നമ്മൾ ആരാണെന്ന് തെളിയിക്കുന്നൊരു കാർഡുണ്ടെങ്കിൽ അത് കാണിച്ച് പിന്നീട് പണം തരാമെന്ന ഉറപ്പിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിലോ? ആ ചിന്തയിൽ നിന്നാണ് ലോകത്തിലെ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് കമ്പനിയായ ഡൈനേഴ്സ് ക്ലബ് ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ന്യൂയോർക്കിലെ കുറച്ച് റെസ്റ്റോറൻറ്റുകളിൽ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ കാർഡ്ബോർഡ് കാർഡായിരുന്നു അത്. ആ കാർഡ് കാണിച്ചാൽ നിങ്ങൾക്ക് പണം കൊടുക്കാതെ ഭക്ഷണം കഴിക്കാം. മാസാവസാനം ഡൈനേഴ്സ് ക്ലബ് നിങ്ങൾക്കൊരു ബില്ല് അയക്കും. നിങ്ങൾ ആ പണം അവർക്ക് കൊടുത്താൽ മതി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളൊരു കടലാസ് നോട്ടോ നാണയമോ കൈമാറുന്നില്ല. മറിച്ച് ഒരു ചെറിയ പ്ലാസ്റ്റിക് കഷ്ണം കാണിച്ച് നിങ്ങളൊരു കടം വാങ്ങുകയാണ്. പണമെന്നത് നിങ്ങളുടെ ബാധ്യതയായി ഒരു ഡിജിറ്റൽ എൻട്രിയായി മാറുന്നു. പണം വീണ്ടും അതിൻ്റെ ഭൗതിക രൂപത്തിൽ നിന്ന് ഒരു പടി കൂടിയാകുന്നു. ഈ പ്ലാസ്റ്റിക് കാർഡുകൾ പതിയെ ലോകം മുഴുവൻ പടർന്നു. പക്ഷേ അപ്പോഴും ആളുകൾക്ക് കയ്യിൽ പണം വേണമെങ്കിൽ ബാങ്കിൻ്റെ പ്രവർത്തന സമയത്ത് അവിടെ പോയി ക്യൂ നിന്ന് ചെക്ക് എഴുതി കൊടുത്ത് കാത്തിരിക്കണമായിരുന്നു. രാത്രിയിലോ അവധി ദിവസമോ പെട്ടെന്നൊരാവശ്യം വന്നാൽ പണമെടുക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഈ ഒരു പ്രശ്നത്തിനാണ് 1960കളിൽ പരിഹാരം വന്നത്. സ്കോട്ടിഷ് കണ്ടുപിടുത്തക്കാരനായ ജോൺ ഷെപ്പേർഡ് ബാരൻ ഒരു ദിവസം ബാങ്കിൽ പോയപ്പോൾ 1 മിനിറ്റ് വൈകിയതുകൊണ്ട് ബാങ്ക് അടച്ചുപോയിരുന്നു. പണമെടുക്കാൻ കഴിയാതെ നിരാശനായി നിന്ന അദ്ദേഹത്തിന് ചോക്ലേറ്റ് വെൻഡിംഗ് മെഷീൻ കണ്ടപ്പോൾ ഒരാശയം തോന്നി. ചോക്ലേറ്റ് കിട്ടാൻ നമ്മൾ മെഷീനിൽ പൈസ ഇടുന്നു, തിരിച്ചു മെഷീനിൽ നിന്ന് പണം കിട്ടുന്നൊരു സംവിധാനമുണ്ടാക്കിയാലോ? ആ ചിന്തയുടെ ഫലമായിരുന്നു ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM. ലോകത്തിലെ ആദ്യത്തെ ATM 1967ൽ ലണ്ടനിലെ ബാർക്ലേസ് ബാങ്ക് സ്ഥാപിച്ചു. അന്ന് ഇന്നത്തെ പോലെയുള്ള പ്ലാസ്റ്റിക് കാർഡുകളില്ലായിരുന്നു. പകരം റേഡിയോ ആക്റ്റീവ് മഷി പുരട്ടിയ ഒരുതരം പേപ്പർ ചെക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾ ആ ചെക്ക് മെഷീനിലിട്ട് നിങ്ങളുടെ 4 അക്ക രഹസ്യ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ മെഷീൻ നിങ്ങൾക്ക് പണം തരും. അതൊരു വിപ്ലവം തന്നെയായിരുന്നു.
ആദ്യമായി ഒരു ബാങ്ക് ജീവനക്കാരൻ്റെ സഹായമില്ലാതെ ദിവസത്തിൽ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പണം കയ്യിലെടുക്കാൻ സാധിച്ചു. ATM വന്നതോടെ പണം നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു യന്ത്രമായി മാറി. പക്ഷേ ATMകൾ പണത്തെ അദൃശ്യമാക്കുകയായിരുന്നില്ല, മറിച്ച് അദൃശ്യമായ ബാങ്ക് അക്കൗണ്ടിലുള്ള പണത്തിന് ഒരു ഭൗതിക രൂപം നൽകുന്ന ഒരു പാലം പോലെയാണ് അത് പ്രവർത്തിച്ചത്. യഥാർത്ഥ മായാജാലം നടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറുകളുടെയും ഇൻ്റർനെറ്റിൻ്റെയും വരവോടെയായിരുന്നു. കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും വന്നതോടെ പണം നമ്മുടെ പേഴ്സിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും പൂർണ്ണമായി കുടിയേറാൻ തുടങ്ങി. അതോടെ പണം അതിൻ്റെ ഭൗതികമായ എല്ലാ കെട്ടുപാടുകളും ഉപേക്ഷിച്ച് വെറുമൊരു അദൃശ്യമായ വിവരമായി മാറി. കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന അക്കങ്ങളായി പണം മാറിയപ്പോൾ അതിൻ്റെ വേഗത കൂടി. പക്ഷേ ഒരു നിമിഷം നമുക്ക് ആ വേഗതയിൽ നിന്ന് പിന്നോട്ട് വന്ന് ഒരു അടിസ്ഥാനപരമായ ചോദ്യം ചോദിക്കാം. ഈ അക്കങ്ങൾ, ഈ സമ്പത്ത് ഓരോ വ്യക്തിയുടെയും അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? നമ്മളിൽ ഭൂരിഭാഗം പേരും പറയും അധ്വാനിച്ചിട്ട്, ജോലി ചെയ്തിട്ട് എന്ന്. അതൊരു പരിധിവരെ ശരിയാണ്. പക്ഷേ എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു തുടക്കമാണോ ജീവിതത്തിൽ കിട്ടുന്നത്? എല്ലാവരും ഒരേ പോയിന്റിൽ നിന്നാണോ ഈ ഓട്ടം തുടങ്ങുന്നത്? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഒരേ നഗരത്തിൽ, ഒരേ ആശുപത്രിയിൽ, ഒരേ ദിവസം, ഒരേ സമയം ജനിക്കുന്ന 2 കുട്ടികളെ സങ്കല്പിക്കാം. നമുക്കവരെ മായ എന്നും മനു എന്നും വിളിക്കാം. മായ ജനിക്കുന്നത് നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ മകളായിട്ടാണ്. അവൾ ജനിച്ചു വീഴുന്ന മുറി ഒരു 5 നക്ഷത്ര ഹോട്ടൽ മുറി പോലെയാണ്. അവൾക്കു വേണ്ടി ഏറ്റവും നല്ല ഡോക്ടർമാരുണ്ട്, ഏറ്റവും നല്ല നഴ്സുമാരുണ്ട്. അവൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവളുടെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു ട്രസ്റ്റ് ഫണ്ട് അവളുടെ മുത്തച്ഛൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അവൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തവയാണ്. അവളുടെ വിദ്യാഭ്യാസത്തിനായി ലോകത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലും കോളേജുകളിലും സീറ്റ് ഉറപ്പിക്കാനുള്ള പണം അവളുടെ അച്ഛനമ്മമാരുടെ കയ്യിലുണ്ട്. അവൾ വളർന്നു വലുതാകുമ്പോൾ അവൾക്ക് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ മുടക്കാൻ അവളുടെ കുടുംബം തയ്യാറാണ്. ഇനി ആ ബിസിനസ് പരാജയപ്പെട്ടാലോ? ഒരു പ്രശ്നവുമില്ല, അവൾക്ക് വീണ്ടും ശ്രമിക്കാം. കാരണം അവൾ എത്ര തവണ പരാജയപ്പെട്ടാലും അവളെ താങ്ങി നിർത്താൻ ശക്തമായ ഒരു സുരക്ഷാ വലയം അവളുടെ കുടുംബം ഒരുക്കി വച്ചിട്ടുണ്ട്. അവൾക്ക് പണത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ തൻ്റെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പിന്നാലെ പോകാം. ഇനി നമുക്ക് മനുവിൻ്റെ അടുത്തേക്ക് വരാം. അവൻ ജനിക്കുന്നതും അതേ ആശുപത്രിയിലാണ്, പക്ഷേ ജനറൽ വാർഡിലാണ്. അവൻ്റെ അച്ഛൻ ഒരു ദിവസക്കൂലിക്കാരനാണ്, അമ്മ വീട്ടുജോലിക്ക് പോകുന്നു. അവന് ജനിച്ചതിൻ്റെ ആശുപത്രി ചെലവുകൾക്ക് വേണ്ടി അവൻ്റെ അച്ഛൻ കുറച്ചു പണം കടം വാങ്ങിയിട്ടുണ്ട്. അവർ താമസിക്കുന്നത് നഗരത്തിലെ ഒരിടുങ്ങിയ കോളനിയിലെ ഒരു ചെറിയ വാടക മുറിയിലാണ്. അവന് കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ ചിലപ്പോൾ മറ്റാരെങ്കിലും ഉപയോഗിച്ച് ഉപേക്ഷിച്ചതായിരിക്കാം. അവൻ പോകാൻ പോകുന്ന സ്കൂൾ ഏറ്റവും കുറഞ്ഞ ഫീസുള്ള ഒരു സർക്കാർ സ്കൂളായിരിക്കും. അവിടെ സൗകര്യങ്ങൾ വളരെ കുറവായിരിക്കും. അവൻ പഠിക്കാൻ മിടുക്കനായിരിക്കാം, അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഒരു നല്ല കോളേജിൽ പഠിക്കാനുള്ള പണം കണ്ടെത്താൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടും. അവൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ ആ കുടുംബത്തിൻ്റെ അതുവരെയുള്ള എല്ലാ സമ്പാദ്യവും ഒറ്റയടിക്ക് തീർന്നു പോകും. അവന് ബിസിനസ് തുടങ്ങാനോ പരാജയപ്പെടാനോ ഉള്ള അവസരങ്ങളില്ല. കാരണം അവൻ്റെ ഓരോ ചുവടും അതിജീവനത്തിനു വേണ്ടിയുള്ളതാണ്. അവനെ താങ്ങി നിർത്താൻ ഒരു സുരക്ഷാ വലയവുമില്ല. അവൻ വീണാൽ അവനെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല. ഇവിടെ 2 കുട്ടികളും ജനിച്ചത് ഒരേ ദിവസമാണ്. അവർ 2 പേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പുണ്യവും ചെയ്തിട്ടില്ല. പക്ഷേ ജീവിതമെന്ന ഓട്ടമത്സരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മായ ഫിനിഷിംഗ് ലൈനിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. മനുവാകട്ടെ ഓട്ടം തുടങ്ങേണ്ട സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ പിന്നിലും. ഇതിനെയാണ് നമ്മൾ പാരമ്പര്യമായി ലഭിക്കുന്ന സമ്പത്ത് അഥവാ ഇൻഹെറിറ്റഡ് വെൽത്ത് എന്ന് പറയുന്നത്. ഇത് പണം മാത്രമല്ല, പണത്തോടൊപ്പം വരുന്ന അവസരങ്ങൾ, ബന്ധങ്ങൾ,
വിദ്യാഭ്യാസം, സാമൂഹികമായ അംഗീകാരം എല്ലാമാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ ആശയം പുതിയതൊന്നുമല്ല. നൂറ്റാണ്ടുകളായി ലോകത്തിലെ മിക്ക സമൂഹങ്ങളിലും ഇത് നിലനിന്നിരുന്നു. ഉദാഹരണത്തിന് യൂറോപ്പിലെ രാജകുടുംബങ്ങളിലും പ്രഭുകുടുംബങ്ങളിലും പ്രൈമോജനിച്ചർ എന്നൊരു നിയമമുണ്ടായിരുന്നു. അതായത് ഒരു കുടുംബത്തിലെ മുഴുവൻ സ്വത്തുക്കളും സ്ഥാനമാനങ്ങളും മൂത്ത മകനു മാത്രം അവകാശപ്പെട്ടതാണ്. പെൺമക്കൾക്കോ ഇളയ ആൺമക്കൾക്കോ യാതൊന്നും കിട്ടില്ല. എന്തിനായിരുന്നു ഈ നിയമം? കുടുംബത്തിൻ്റെ സമ്പത്ത് പല കഷണങ്ങളായി വിഭജിച്ച് അതിൻ്റെ ശക്തി കുറഞ്ഞു പോകാതിരിക്കാൻ. അങ്ങനെ തലമുറകളോളം വലിയ വലിയ എസ്റ്റേറ്റുകളും കോട്ടകളും സമ്പത്തും ഒരേ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെ നിലനിന്നു. സമ്പന്നർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടേയിരുന്നു. അവരുടെ മക്കൾ ജനിച്ചു വീഴുന്നത് തന്നെ അധികാരത്തിലേക്കും സമ്പത്തിലേക്കുമാണ്. ഇതിൻ്റെ നേരെ മറുവശവുമുണ്ട്. സമ്പത്ത് പാരമ്പര്യമായി കൈമാറുന്നത് പോലെ തന്നെ ദാരിദ്ര്യവും പാരമ്പര്യമായി കൈമാറപ്പെടുന്നു. മനുവിൻ്റെ കഥയിലേക്ക് മടങ്ങി വന്നാൽ, അവൻ്റെ അച്ഛൻ അവൻ്റെ ജനനത്തിനു വേണ്ടി വാങ്ങിയ കടം ആ കുടുംബത്തിൻ്റെ തലയ്ക്ക് മുകളിലൊരു ഭാരമായി എപ്പോഴും ഉണ്ടാകും. ആ കടം വീട്ടാൻ അവർ കൂടുതൽ അധ്വാനിക്കും. ഒരു പക്ഷേ മനുവിന് തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ ചെറുപ്പത്തിൽ തന്നെ എന്തെങ്കിലും ജോലിക്ക് പോകേണ്ടി വന്നേക്കാം. അതോടെ നല്ല വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കുമായിരുന്ന മികച്ച ജോലിക്കുള്ള അവസരങ്ങൾ അവന് നഷ്ടപ്പെടുന്നു. അവൻ്റെ വരുമാനം കുറവായിരിക്കും. ഭാവിയിൽ അവൻ്റെ കുട്ടികൾ ജനിക്കുമ്പോഴും ആ ദാരിദ്ര്യത്തിൻ്റെ ചക്രം അതേപോലെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് തലമുറ ദാരിദ്ര്യം എന്ന് വിളിക്കുന്നത്. ഇതൊരു കെണിയാണ്. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നത് അസാധ്യമല്ല, പക്ഷേ അങ്ങേയറ്റം ദുഷ്കരമാണ്. മായയുടെ ലോകത്ത് റിസ്ക് എടുക്കുക എന്നത് വളർച്ചയ്ക്കുള്ള ഒരു പടിയാണ്. ഒരു ബിസിനസ് തുടങ്ങിയാൽ അത് വിജയിക്കാം, പരാജയപ്പെടാം. പരാജയപ്പെട്ടാൽ അവൾക്ക് വേറൊന്ന് തുടങ്ങാം. എന്നാൽ മനുവിൻ്റെ ലോകത്ത് റിസ്ക് എന്നത് ആത്മഹത്യാപരമാണ്. കയ്യിലുള്ള അവസാനത്തെ സമ്പാദ്യവും എടുത്ത് ഒരു ചെറിയ കച്ചവടം തുടങ്ങിയാൽ അത് പരാജയപ്പെട്ടാൽ അവൻ്റെ കുടുംബം പട്ടിണിയിലാകും. അതുകൊണ്ട് അവൻ സുരക്ഷിതമായ എന്നാൽ വരുമാനം വളരെ കുറഞ്ഞ ജോലികളിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നു. ഇതൊരു തരം ചീട്ടുകളി പോലെയാണ്. കളി തുടങ്ങുന്നതിനു മുൻപേ ചിലരുടെ കയ്യിൽ നല്ല ചീട്ടുകൾ വച്ചുകൊടുക്കുന്നു, മറ്റു ചിലർക്ക് മോശം ചീട്ടുകളും. എന്നിട്ടെല്ലാവരോടും ഒരേപോലെ കളിക്കാൻ പറയുന്നു. കളിയിൽ ജയിക്കുന്നത് കളിക്കാരൻ്റെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാകുന്നു. പണം കണ്ടുപിടിച്ചത് കൈമാറ്റങ്ങൾ എളുപ്പമാക്കാനായിരുന്നു. പക്ഷേ കാലക്രമേണ അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങളെ ഊട്ടിയുറപ്പിക്കാനും അത് തലമുറകളിലേക്ക് കൈമാറാനുമുള്ള ഒരു ഉപാധിയായി മാറി. മായയും മനുവും തമ്മിലുള്ള ഈ വ്യത്യാസം അവരുടെ വ്യക്തിപരമായ കഴിവുകേടോ മിടുക്കോ അല്ല, മറിച്ച് അവർ ജനിച്ചു വീണ സാഹചര്യങ്ങൾ പണമെന്ന ഉപകരണം ഉപയോഗിച്ച് നിർമ്മിച്ചു വച്ച ഒരു വലിയ മതിലാണ്. മായയും മനുവും തമ്മിലുള്ള ആ വലിയ മതിൽ നമ്മൾ കണ്ടു. ഒരാൾ ജനിച്ചു വീഴുന്നത് തന്നെ എല്ലാ സൗഭാഗ്യങ്ങളിലേക്കുമാണ്. മറ്റൊരാൾ ജനിക്കുന്നത് കടങ്ങളിലേക്കും കഷ്ടപ്പാടുകളിലേക്കുമാണ്. പക്ഷേ നമ്മുടെ സമൂഹം ഈ രണ്ടുപേരെയും നോക്കി എന്താണ് സാധാരണയായി പറയാറുള്ളത്? കഠിനാധ്വാനം ചെയ്താൽ ആർക്കും വിജയിക്കാം, പരിശ്രമിച്ചാൽ എന്തും നേടാം, ദാരിദ്ര്യം എന്നത് മടിയുടെ ഫലമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. വിജയിച്ച ആളുകളുടെ കഥകൾ പറയുമ്പോൾ അവർ എത്രത്തോളം കഷ്ടപ്പെട്ടു, എത്ര രാത്രികൾ ഉറങ്ങാതെയിരുന്നു എന്നൊക്കെ നമ്മൾ വാഴ്ത്തിപ്പാടും. എന്നാൽ പരാജയപ്പെട്ട ആളുകളെയോ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരെയോ നോക്കി നമ്മൾ പലപ്പോഴും വിധിയെഴുതും. അവനൊന്നും ഒരു കഴിവുമില്ല, അവന് കുറച്ചുകൂടി അധ്വാനിക്കാമായിരുന്നു, അവനൊക്കെ മടിയനാണ്. അപ്പോൾ ഇവിടെയൊരു ചോദ്യമുണ്ട്. മനു അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ കാരണം ദരിദ്രനായി തുടരുകയാണെങ്കിൽ അത് അവൻ്റെ മാത്രം തെറ്റാണോ? അവൻ ആവശ്യത്തിന് കഠിനാധ്വാനം ചെയ്യാത്തതുകൊണ്ടാണോ അവൻ പിന്നിലായി പോകുന്നത്? നമുക്ക് മനുവിൻ്റെ ഒരു ദിവസം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. അവൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. കോളനിയിലെ പൊതുവായ ടാപ്പിനു മുന്നിലുള്ള നീണ്ട ക്യൂവിൽ നിന്ന് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ശേഖരിക്കുന്നു. അതിനുശേഷം ഒരു ചെറിയ ചായക്കടയിൽ സഹായിയായി ജോലിക്ക് പോകുന്നു. അവിടെ പാത്രം കഴുകലും ചായ അടിക്കലും മേശ തുടയ്ക്കലുമായി ഉച്ചവരെ ജോലി. അതിന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവൻ്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം
അവനൊരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകും. അവിടെ വൈകുന്നേരം വരെ സിമന്റും കട്ടയും ചുമക്കും. വെയിലുകൊണ്ട് അവൻ്റെ ശരീരം കരുവാളിച്ചിരിക്കും. വൈകുന്നേരം തളർന്ന് വീട്ടിലെത്തുമ്പോൾ അവൻ തൻ്റെ പഴയ സ്കൂൾ പാഠപുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ ശ്രമിക്കും. കാരണം അവനൊരു സ്വപ്നമുണ്ട്, ഒരു അക്കൗണ്ടൻ്റ് ആകണം. പക്ഷേ ആ കണക്കുകൾക്ക് മുന്നിലിരിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ തളർന്നടഞ്ഞു പോകും. ദിവസം മുഴുവൻ എല്ലുമുറിയ പണിയെടുത്തതിൻ്റെ ക്ഷീണം അവനെ ഉറക്കത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ഇവിടെ മനു കഠിനാധ്വാനം ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അവൻ ഒരുപക്ഷെ മായിയേക്കാൾ കൂടുതൽ മണിക്കൂറുകൾ കൂടുതൽ ശാരീരികമായി അധ്വാനിക്കുന്നുണ്ടാകും. പക്ഷേ അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എന്താണ്? അതിജീവനം. അന്നന്നത്തെ അപ്പത്തിനുള്ള വക കണ്ടെത്തുക, അമ്മയുടെ മരുന്നിന് പണം കണ്ടെത്തുക, വീട്ടുവാടക കൊടുക്കുക. അവൻ്റെ അധ്വാനം മുഴുവൻ നിലനിൽപ്പിനു വേണ്ടിയുള്ള ഒരു യുദ്ധത്തിൽ ചെലവഴിക്കപ്പെടുന്നു. അവനൊരു പുതിയ ആശയം പഠിക്കാനോ പുതിയൊരു കഴിവ് നേടാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ നല്ലൊരു വസ്ത്രം വാങ്ങാനോ ഉള്ള ആർഭാടം പോലുമില്ല. ഇനി മായയുടെ കഠിനാധ്വാനം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. അവൾ ലണ്ടനിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് പഠിക്കുകയാണ്. അവൾ ദിവസം 12 മണിക്കൂർ പഠിക്കുന്നുണ്ട്, പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അവൾ കഠിനാധ്വാനം ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവളുടെ അധ്വാനത്തിന് ചുറ്റുമുള്ള സാഹചര്യം നോക്കൂ. അവൾക്ക് താമസിക്കാൻ നല്ല ഫ്ലാറ്റുണ്ട്, കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ട്, പഠിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച ലൈബ്രറികളുണ്ട്. അവൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ പ്രൊഫസർമാരുണ്ട്. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ലോകത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള വലിയ ബിസിനസ്സുകാരുടെ മക്കളാണ്. അവരുമായി സംസാരിക്കുമ്പോൾ തന്നെ അവൾക്ക് പുതിയ ബിസിനസ് ആശയങ്ങളും വലിയ ബന്ധങ്ങളും ഉണ്ടാകുന്നു. അവൾക്ക് പഠനത്തിനിടയിൽ തന്നെ ശമ്പളമില്ലാത്ത ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം ജീവിക്കാനുള്ള പണത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ ഇൻറ്റേൺഷിപ്പ് ഭാവിയിൽ അവൾക്ക് വലിയൊരു ജോലി കിട്ടാൻ സഹായിക്കും. മനുവിന് അങ്ങനെയൊരു ശമ്പളമില്ലാത്ത ഇൻറ്റേൺഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അടുപ്പ് പുകയില്ല. ഇവിടെയാണ് വ്യക്തിപരമായ അധ്വാനവും വ്യവസ്ഥിതി ഒരുക്കുന്ന തടസ്സങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യവസ്ഥിതി എന്നത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഘടനയാണ്. അതെല്ലാവർക്കും ഒരേപോലെയുള്ള അവസരങ്ങളാണോ നൽകുന്നത്? മനുവിൻ്റെ കാര്യത്തിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം അവന് കുറവായിരുന്നു. ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ നല്ല ആശുപത്രിയിൽ പോകാനുള്ള സാമ്പത്തിക ശേഷി അവനില്ല. ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ചെന്നാൽ ഈട് വയ്ക്കാൻ അവനൊരു തുണ്ട് ഭൂമി പോലുമില്ല. ബാങ്കുകൾ അവന് ലോൺ കൊടുക്കില്ല. എന്നാൽ മായച്ച് ഈ വാതിലുകളെല്ലാം തുറന്നു കിടക്കുകയാണ്. അവൾക്ക് വേണ്ടി വാദിക്കാൻ നല്ല വക്കീലന്മാരുണ്ടാകും. പണം എവിടെ നിക്ഷേപിക്കണമെന്ന് പറയാൻ സാമ്പത്തിക ഉപദേഷ്ടാക്കളുണ്ടാകും. ഇതൊന്നും മനുവിന് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. ഇതൊരു ഓട്ടമത്സരം പോലെയാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. പക്ഷേ ഈ ഓട്ടത്തിൽ ചിലർക്ക് ഓടാൻ മിനുസമുള്ള ട്രാക്ക് കൊടുക്കുന്നു, കൂടെ ഏറ്റവും നല്ല ഷൂസും പരിശീലകനെയും കൊടുക്കുന്നു. മറ്റു ചിലരോട് മുള്ളു നിറഞ്ഞ കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നഗ്നപാതരായി ഓടാൻ പറയുന്നു. എന്നിട്ട് അവസാനം ഒന്നാമതെത്തുന്നയാളോട് പറയുന്നു, നിങ്ങളുടെ കഠിനാധ്വാനം വിജയിച്ചു എന്ന്. അവസാനം എത്തുന്നയാളോട് പറയുന്നു, നിങ്ങൾ വേണ്ടത്ര പരിശ്രമിച്ചില്ല എന്ന്. ഇതെത്രത്തോളം ശരിയാണ്? ആ കല്ല് നിറഞ്ഞ വഴിയിലൂടെ ഓടി ഓടി മനുവിൻ്റെ കാലുകൾ മുറിഞ്ഞിട്ടുണ്ടാകാം. അവൻ ഒരുപാട് തവണ വീണിട്ടുണ്ടാകാം. എന്നിട്ടും അവൻ ഓട്ടം തുടരുന്നു എന്നത് തന്നെ ഒരു വലിയ വിജയമല്ലേ? പക്ഷെ സമൂഹം ആ വിജയത്തെ അംഗീകരിക്കാൻ തയ്യാറാകില്ല. കാരണം ഫിനിഷിംഗ് ലൈൻ കടക്കുന്നവരെ മാത്രമേ സമൂഹം വിജയികളായി കാണുകയുള്ളൂ. പണമെന്ന അളവുകോൽ വെച്ച് നോക്കുമ്പോൾ മനു ഒരു പരാജയമാണ്. പക്ഷേ സാഹചര്യങ്ങളുടെ അളവുകോൽ വെച്ച് നോക്കുമ്പോൾ അവനൊരു പോരാളിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനത്തെയോ കഴിവിനെയോ പൂർണ്ണമായി ഇല്ലാതാക്കാൻ നിങ്ങൾ ജനിച്ചു വീഴുന്ന സ്ഥലത്തിനോ സമയത്തിനോ കഴിഞ്ഞേക്കും. ഉദാഹരണത്തിന്, യുദ്ധം നടക്കുന്ന സിറിയയിലോ അല്ലെങ്കിൽ കൊടും പട്ടിണിയുള്ള ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തോ ജനിക്കുന്ന അതിബുദ്ധിമാനായൊരു കുട്ടിക്ക് എന്തവസരങ്ങളാണ് ലോകം നൽകുന്നത്? അവൻ്റെയോ അവളുടെയോ മുഴുവൻ ഊർജവും അടുത്ത ബോംബ് എവിടെ വീഴുമെന്ന ഭയത്തിൽ നിന്നോ അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുമെന്ന ചിന്തയിൽ നിന്നോ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും. അവിടെ കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ അതിജീവനമെന്ന് മാത്രമാണ് അർത്ഥം. അതേസമയം സമാധാനവും സമ്പത്തുമുള്ള ഒരു രാജ്യത്ത് ജനിക്കുന്ന ശരാശരിക്കാരനായ ഒരു കുട്ടിക്ക് പോലും ലോകോത്തര വിദ്യാഭ്യാസം നേടാനും വലിയ നിലയിലെത്താനും സാധിച്ചേക്കും. ഇവിടെ ആരുടെയാണ് തെറ്റ്? ആരുടെയുമല്ല. അത് ഭാഗ്യമല്ലെങ്കിൽ നിർഭാഗ്യം മാത്രമാണ്.
ഇനി ദാരിദ്ര്യമുണ്ടാക്കുന്ന മാനസികമായ ഭാരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മനഃശാസ്ത്രജ്ഞർ ബാൻഡ്വിഡ്ത്ത് എന്നൊരാശയത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അടുത്ത മാസത്തെ വീട്ടുവാടക എങ്ങനെ കൊടുക്കും, കുട്ടിയുടെ ഫീസ് അടയ്ക്കാൻ എന്തു ചെയ്യും, അസുഖത്തിന് മരുന്ന് വാങ്ങാൻ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് രാവും പകലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബാൻഡ്വിഡ്ത്ത് മുഴുവൻ ആ ചിന്തകൾ അപഹരിക്കും. അതോടെ ഒരു പുതിയ കോഴ്സ് പഠിക്കുന്നതിനെക്കുറിച്ചോ നല്ലൊരു ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചോ ദീർഘകാലത്തേക്ക് ഒരു നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ചോ ചിന്തിക്കാനുള്ള മാനസികമായ ഊർജം അയാൾക്ക് ബാക്കിയുണ്ടാകില്ല. ഇതൊരു വ്യക്തിയുടെ കഴിവേടല്ല, മറിച്ച് ദാരിദ്ര്യം തലച്ചോറിലുണ്ടാക്കുന്ന ഒരു തരം തളർച്ചയാണ്. അതുകൊണ്ട് ദാരിദ്ര്യം എന്നത് ഒരു വ്യക്തിയുടെ മാത്രം തിരഞ്ഞെടുപ്പോ പരിശ്രമക്കുറവോ മടിയോ ആണെന്ന് മുദ്രകുത്തുന്നത് വളരെ എളുപ്പമാണ്. ആ കുറ്റം ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവയ്ക്കുമ്പോൾ ആ വ്യക്തിയെ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട സാമൂഹികവും സാമ്പത്തികവുമായ വ്യവസ്ഥിതിയെ നമുക്ക് സൗകര്യപൂർവ്വം മറക്കാം. ആ വ്യവസ്ഥിതിയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു കുറ്റബോധവുമില്ലാതെ തുടരാം. യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതല്ല, എന്തുകൊണ്ട് മനു കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നില്ല? മറിച്ച് നമ്മൾ ചോദിക്കേണ്ടത് ഇതാണ്: മനു എത്രയൊക്കെ കഠിനാധ്വാനിച്ചാലും അവൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടഞ്ഞു നിർത്തുന്ന ആ അദൃശ്യമായ മതിലുകൾ എന്തൊക്കെയാണ്? ആരാണ് ആ മതിലുകൾ പണിതത്? അവസാനം നമ്മൾ നിർത്തിയത് ഒരു ചോദ്യത്തിലായിരുന്നു. മനുവിനെ പോലുള്ളവരുടെ മുന്നോട്ടുള്ള യാത്രയെ തടയുന്ന ആ അദൃശ്യമായ മതിലുകൾ ആരാണ് പണിതത്? അതിൻ്റെ ഉത്തരം ഒരാളോ ഒരു സംഘമോ അല്ല. ആ മതിലുകൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിൽ ഒരുപാട് പേർ പങ്കാളികളായിട്ടുണ്ട്. പുരാതന കാലത്ത് തൻ്റെ മുദ്രയുള്ള നാണയങ്ങൾ അടിച്ചിറക്കിയ രാജാവായിരുന്നു അതിൻ്റെ പ്രധാന ശില്പി. ഭൂമി മുഴുവൻ തൻ്റേതാണെന്ന് പ്രഖ്യാപിച്ച് സാധാരണക്കാരുടെ നികുതി പിരിച്ച ഫറവോയും അതിൻ്റെ നിർമ്മാണത്തിൽ പങ്കാളിയായി. പക്ഷേ ആ പഴയകാലത്തെ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും സ്ഥാനത്ത് ഇന്ന് ആരാണുള്ളത്? ഇന്നും ആ മതിലുകൾക്ക് പുതിയ കല്ലുകൾ വെച്ച് അതിൻ്റെ ഉയരം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ആധുനിക ലോകത്ത് ആ അധികാരത്തിൻ്റെ പിരമിഡിനെ താങ്ങി നിർത്തുന്നത് പ്രധാനമായും 3 ഭീമാകാരമായ തൂണുകളാണ്: ഗവൺമെൻറ്റുകൾ, ബാങ്കുകൾ, പിന്നെ കോർപ്പറേഷനുകൾ. ഇതിൽ ആദ്യത്തെ തൂണാണ് ഗവൺമെൻറ്റുകൾ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന, നമുക്ക് വേണ്ടി ഭരിക്കുന്നവരെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഭരണകൂടങ്ങൾ. പണത്തിൻ്റെ ലോകത്ത് ഗവൺമെൻറ്റിൻ്റെ റോൾ ഒരു കളിക്കളത്തിലെ റെഫറിയെ പോലെയാണ്. കളിയുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അവരാണ്. ഏത് കറൻസി ഉപയോഗിക്കണം, എത്ര നികുതി കൊടുക്കണം, ഒരു സാധനത്തിന് എത്ര വിലയിടാം എന്നതിനെയൊക്കെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ അവർ കൊണ്ടുവരുന്നു. പക്ഷെ അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അധികാരമെന്നത് പണം സൃഷ്ടിക്കാനുള്ള കഴിവാണ്. ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയിലാണെങ്കിൽ റിസർവ് ബാങ്ക്, വിചാരിച്ചാൽ ഒരു ബട്ടൺ അമർത്തുന്നത് പോലെ എളുപ്പത്തിൽ പുതിയ പണമുണ്ടാക്കാൻ കഴിയും. അവർ കൂടുതൽ പണം അച്ചടിച്ചിറക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിൻ്റെ വില കുറയും. അതിനെയാണ് നമ്മൾ പണപ്പെരുപ്പമെന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ്റുകളുടെ കയ്യിലുള്ള മറ്റൊരു മാന്ത്രിക വടിയാണ് പലിശ നിരക്ക്. സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കൂട്ടുമ്പോൾ സാധാരണ ബാങ്കുകൾ നമുക്ക് തരുന്ന ലോണുകളുടെ പലിശയും കൂടും. അതോടെ വീട് വയ്ക്കാനും വണ്ടി വാങ്ങാനും ബിസിനസ് തുടങ്ങാനുമൊക്കെ ലോൺ എടുക്കാൻ ആളുകൾ മടിക്കും. ആളുകൾ പണം ചെലവഴിക്കുന്നത് കുറയ്ക്കും. നേരെ മറിച്ച് സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചാലോ ലോണുകൾക്ക് പലിശ കുറയും. ആളുകൾ കൂടുതൽ ലോണെടുത്ത് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. അതായത് ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾ എപ്പോൾ പണം ചെലവഴിക്കണം, എപ്പോൾ പണം കയ്യിൽ വെക്കണമെന്ന് ഒരു കേന്ദ്ര അതോറിറ്റിക്ക് ഒരു ചെറിയ നിരക്ക് മാറ്റുന്നതിലൂടെ നിയന്ത്രിക്കാൻ കഴിയുന്നു. നമ്മുടെ വ്യക്തിപരമായ സാമ്പത്തിക തീരുമാനങ്ങളെപ്പോലും എത്ര വിദഗ്ധമായാണ് അവർ നിയന്ത്രിക്കുന്നതെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. ചില ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ഒരു തർക്കമുണ്ട്. പൗരന്മാരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലുള്ള ഈ നിയന്ത്രണം ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് ആവശ്യമാണോ, അതോ അത് അധികാരത്തിൻ്റെ ദുരുപയോഗമാണോ? രണ്ടാമത്തെ തൂണാണ് ബാങ്കുകൾ. ബാങ്കുകളുടെ തുടക്കത്തെക്കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിരുന്നു. സ്വർണം സൂക്ഷിക്കാൻ വാങ്ങിയ രസീതുകൾ പണമായി മാറിയ കഥ. പക്ഷേ ഇന്നത്തെ ബാങ്കുകൾ അതിനേക്കാൾ എത്രയോ ശക്തരാണ്. നമ്മൾ മുൻപ് പറഞ്ഞ ഫ്രാക്ഷണൽ റിസർവ് സിസ്റ്റം ഓർമ്മയുണ്ടല്ലോ. അതിലൂടെ ബാങ്കുകൾക്ക് വായുവിൽ നിന്ന് പണം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾ ബാങ്കിൽ 100 രൂപ നിക്ഷേപിച്ചാൽ അതിൽ 10 രൂപ മാത്രം കയ്യിൽ വെച്ച് ബാക്കി 90 രൂപ
ബാങ്കിന് മറ്റൊരാൾക്ക് ലോണായി കൊടുക്കാൻ കഴിയും. ആ 90 രൂപ കിട്ടുന്നയാൾ അത് മറ്റെവിടെയെങ്കിലും ചെലവഴിക്കുമ്പോൾ അത് മറ്റൊരു ബാങ്കിൽ നിക്ഷേപമായി എത്തും. ആ ബാങ്കിന് അതിൻ്റെ 90%, അതായത് 81 രൂപ വീണ്ടും ലോണായി കൊടുക്കാം. ഇങ്ങനെ ഈ പ്രക്രിയ തുടരുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന 100 രൂപയിൽ നിന്ന് ആയിരക്കണക്കിന് രൂപയുടെ ഒരു കടം സമ്പദ്വ്യവസ്ഥയിൽ ഉണ്ടാകുന്നു. അതായത് ഇന്നത്തെ ലോകത്തുള്ള പണത്തിൻ്റെ 90%-ലധികവും ഗവൺമെൻറ് അച്ചടിച്ച നോട്ടുകളല്ല, മറിച്ച് ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ അവരുടെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്ന ഡിജിറ്റൽ അക്കങ്ങൾ മാത്രമാണ്. അപ്പോൾ ആർക്കാണ് ഈ പണം ലോണായി കിട്ടുന്നത്? അവിടെയാണ് ബാങ്കുകളുടെ അധികാരം നമ്മൾ കാണുന്നത്. അവരൊരു ഗേറ്റ് കീപ്പറെ പോലെയാണ്. ആര് സാമ്പത്തികമായി വളരണം, ആര് വളരരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു പരോക്ഷമായ അധികാരം അവർക്കുണ്ട്. മായിയെ പോലെയുള്ള ഒരാൾക്ക് നല്ല ഈടും കുടുംബത്തിൻ്റെ പിന്തുണയും ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ കോടികളുടെ ലോൺ കിട്ടും. എന്നാൽ മനുവിനെ പോലെ ഒരാൾക്ക് ഒരു ചെറിയ തുക പോലും ലോണായി കിട്ടാൻ ഒരുപാട് കടമ്പകളുണ്ടാകും. ബാങ്കിൻ്റെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അവർ പറയും. പക്ഷേ ആ നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നിലവിൽ സമ്പത്തുള്ളവർക്ക് കൂടുതൽ അനുകൂലമാകുന്ന രീതിയിലാണ്. ഇനി മൂന്നാമത്തെ തോണ്, ഒരുപക്ഷെ ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ തോണ്. അതാണ് കോർപ്പറേഷനുകൾ. 100-200 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് രാജ്യങ്ങളായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യം, ഫ്രഞ്ച് സാമ്രാജ്യം എന്നിങ്ങനെ. എന്നാൽ ഇന്ന് ലോകത്തിലെ പല വലിയ കോർപ്പറേഷനുകളും പല ചെറിയ രാജ്യങ്ങളെക്കാൾ ശക്തരും സമ്പന്നരുമാണ്. ഒരു വലിയ ടെക് കമ്പനിയുടെ വാർഷിക വരുമാനം ഒരുപക്ഷെ ന്യൂസിലൻഡിൻ്റെയോ പോർച്ചുഗലിൻ്റെയോ മൊത്തം ദേശീയ വരുമാനത്തേക്കാൾ കൂടുതലായിരിക്കും. അവർക്ക് സ്വന്തമായി നിയമങ്ങളുണ്ട്, വലിയ സ്വാധീനമുണ്ട്. ഗവൺമെൻറ്റുകളെയും അവരുണ്ടാക്കുന്ന നിയമങ്ങളെയും സ്വാധീനിക്കാൻ അവർക്ക് കഴിയും. ഈ കോർപ്പറേഷനുകളുടെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ: ലാഭം കൂട്ടുക. അതിനുവേണ്ടി അവർ സാധനങ്ങളുടെ വില തീരുമാനിക്കുന്നു, തൊഴിലാളികളുടെ ശമ്പളം നിശ്ചയിക്കുന്നു, പരസ്യങ്ങളിലൂടെ നമ്മൾ എന്ത് വാങ്ങണം, എന്ത് ചിന്തിക്കണം എന്നുപോലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്ന പേസ്റ്റ് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നോക്കുന്ന ഫോൺ വരെ ഏതെങ്കിലും ഒരു വലിയ കോർപ്പറേഷൻ്റെ ഉൽപ്പന്നമായിരിക്കും. നമ്മുടെ ജീവിതം എത്രത്തോളം അവരുടെ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇനി ഈ 3 തൂണുകളും ഗവൺമെൻറ്റുകൾ, ബാങ്കുകൾ, കോർപ്പറേഷനുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്. അവ പരസ്പരം ബന്ധപ്പെട്ടും സഹകരിച്ചുമാണ് ഈ സാമ്പത്തിക വ്യവസ്ഥയെ നിലനിർത്തുന്നത്. ഗവൺമെൻറ്റുകൾ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് വലിയ കോർപ്പറേഷനുകൾക്ക് സഹായകമാകുന്ന രീതിയിലായിരിക്കും പലപ്പോഴും. കാരണം ആ കോർപ്പറേഷനുകളാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകുന്നത്. ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് ആർക്കാണെന്ന് തീരുമാനിക്കുമ്പോൾ അത് വലിയ കോർപ്പറേറ്റുകളുടെ വളർച്ചയെ സഹായിക്കുന്ന രീതിയിലായിരിക്കും. കാരണം അവിടെയാണ് അവർക്ക് വലിയ ലാഭം കിട്ടുന്നത്. ഈ 3 പേരും ചേർന്നുള്ള ഒരു വലിയ വലയാണ് ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഈ വലയിൽ പണക്കാരൻ എങ്ങനെയാണ് കൂടുതൽ പണക്കാരനാകുന്നത്? വളരെ ലളിതമാണ്. അവർ പണത്തെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. മായയുടെ കുടുംബം അവരുടെ പണം ബാങ്കിലിടുകയല്ല ചെയ്യുന്നത്. അവരത് സ്റ്റോക്കുകളിലും റിയൽ എസ്റ്റേറ്റിലും പുതിയ കമ്പനികളിലും നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപങ്ങൾ വളരുമ്പോൾ അവർ ഉറങ്ങിക്കിടക്കുമ്പോഴും അവരുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മനുവിനെപ്പോലെ ഒരാൾക്ക് നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അവൻ്റെ വരുമാനം മുഴുവൻ അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ചിലവഴിക്കപ്പെടുന്നു. ഭക്ഷണം, വാടക, മരുന്ന്. അവൻ്റെ പണം സമ്പത്തുണ്ടാക്കുകയല്ല, മറിച്ച് അവൻ്റെ ജീവൻ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഈ വ്യവസ്ഥ അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പണം കൂടുതൽ പണമുള്ളവരുടെ അടുത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാന്തം പോലെയാണ്. ദരിദ്രർ തങ്ങളുടെ അധ്വാനം മുഴുവൻ ചെലവഴിച്ചിട്ടും അതേ സ്ഥാനത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ താഴേക്ക് പോവുകയോ ചെയ്യുന്നു. ഇത് ആരുടെയും വ്യക്തിപരമായ തെറ്റല്ല. ഇതൊരു കളിയാണ്. ആ കളിയുടെ നിയമങ്ങൾ എഴുതിയിരിക്കുന്നത് കളിയിൽ നേരത്തെ തന്നെ മുൻതൂക്കമുള്ളവർക്ക് എപ്പോഴും വിജയം ഉറപ്പാക്കുന്ന രീതിയിലാണ്. മനു എത്ര നന്നായി കളിച്ചാലും ആ കളിയിൽ ജയിക്കാൻ അവന് കഴിയില്ല. കാരണം കളി തുടങ്ങുന്നതിനു മുൻപേ അവൻ്റെ തോൽവി ഉറപ്പിക്കപ്പെട്ടിരുന്നു. ആ കളിയിൽ മനു തോൽക്കുമെന്ന് നമുക്കറിയാം. കാരണം കളി തുടങ്ങുന്നതിന് മുൻപേ അതിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ആ കളിക്കളത്തിലേക്ക് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കൂ.
ആ കളിയിൽ ഉപയോഗിക്കുന്ന പന്തും ബാറ്റുമെല്ലാം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എന്താണ് ആ കളിയുടെ അടിസ്ഥാനം? അത്ഭുതമെന്ന് പറയട്ടെ, അത് സ്വർണമോ വെള്ളിയോ ഭൂമിയോ അല്ല, മറിച്ച് നമ്മുടെയെല്ലാം മനസ്സിലുള്ളൊരു വിശ്വാസം മാത്രമാണ്. പണമെന്ന ഈ വലിയ കെട്ടിടം മുഴുവൻ പണിതുയർത്തിയിരിക്കുന്നത് ഈ ഒരൊറ്റ വിശ്വാസത്തിൻ്റെ മുകളിലാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു 100 രൂപയുടെ നോട്ടെടുക്കാം. അതിൻ്റെ നിറം, അതിലെ ഗാന്ധിജിയുടെ ചിത്രം, അതിലെഴുതിയ അക്കങ്ങൾ, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുന്നു. അതൊരു പ്രത്യേകതരം കടലാസാണ്. അതിൽ കുറച്ച് മഷി പുരട്ടിയിരിക്കുന്നു. അതുണ്ടാക്കാൻ ഒരുപക്ഷെ 1-2 രൂപയെ ചിലവായിട്ടുണ്ടാകും. ഇനി ഈ 100 രൂപ നോട്ട് നമ്മൾ മനുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണെന്ന് സങ്കല്പിക്കുക. അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിടരുന്നു. ആ ഒരു കടലാസ് കഷ്ണം കൊണ്ട് അവൻ്റെ അമ്മയ്ക്ക് 2 ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങാം. അല്ലെങ്കിൽ അവൻ്റെ അനിയത്തിക്ക് ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങാം. അതുമല്ലെങ്കിൽ ആ രാത്രി അവൻ്റെ വീട്ടിലെ എല്ലാവർക്കും വയറു നിറയെ ചോറ് കഴിക്കാം. ആ 100 രൂപ അവനൊരു നേരത്തെ വിശപ്പടക്കാനുള്ള ആശ്വാസമാണ്, ഒരു ദിവസത്തെ അതിജീവനമാണ്. അവനത് തൻ്റെ കീറിയ പോക്കറ്റിനുള്ളിൽ ഭദ്രമായി തിരികെ വയ്ക്കുന്നു. അതവനൊരു നിധിയാണ്. ഇനി അതേ നോട്ട്, അതേ ഗാന്ധിജിയുടെ ചിത്രം, അതേ ഗവർണറുടെ ഒപ്പ്, ഒരു മാറ്റവുമില്ലാത്ത അതേ കടലാസ് കഷണം നമ്മൾ മായയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അവൾ തൻ്റെ കൂട്ടുകാരുമായി ഒരു കെഫേയിലിരുന്ന് കാപ്പി കുടിക്കുകയാണ്. ബില്ല് വന്നപ്പോൾ 900 രൂപയായി. അവൾ പേഴ്സിൽ നിന്ന് 1000 രൂപയുടെ ഒരു നോട്ട് എടുത്തു കൊടുക്കുന്നു. ബാക്കി വന്ന 100 രൂപ അവൾ വെയിറ്ററുടെ കയ്യിൽ ടിപ്പായി വെച്ചു കൊടുക്കുന്നു. അവൾ ആ 100 രൂപയെക്കുറിച്ച് പിന്നീട് ഓർക്കുക പോലുമില്ല. അതവളുടെ ഒരു ദിവസത്തെ കാപ്പിയുടെ ബില്ലിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അതിനപ്പുറം ഒരു മൂല്യവും അവൾക്ക് ആ നോട്ടിനോട് തോന്നുന്നില്ല. അതവൾക്ക് പോക്കറ്റ് മണിയാണ്. ഇവിടെയാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ നമ്മൾ കാണുന്നത്. ഒരേ വസ്തു, ഒരേ കടലാസ്, ഒരേ അച്ചടി. പക്ഷേ മനുവിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അതിന് ജീവന്റെ വിലയുണ്ട്. മായയുടെ കയ്യിലിരിക്കുമ്പോൾ അതിനൊരു കപ്പ് കാപ്പിയുടെ വില പോലുമില്ല. ആ നോട്ടിന് സ്വയമായി ഒരു മൂല്യവുമില്ല എന്നതാണ് സത്യം. ആ കടലാസ് കഷ്ണം കൊണ്ട് നിങ്ങൾക്ക് വിശപ്പടക്കാനോ തണുപ്പ് മാറ്റാനോ മഴ നനയാതെ കയറി നിൽക്കാനോ കഴിയില്ല. പക്ഷെ ആ കടലാസ് കൊടുത്താൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും, വസ്ത്രം കിട്ടും, വീട് കിട്ടും. എങ്ങനെയാണത് സംഭവിക്കുന്നത്? കാരണം ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും ആ കടലാസിന് മൂല്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു കടയിൽ ചെന്ന് ഈ 100 രൂപ നോട്ട് കൊടുക്കുമ്പോൾ ആ കടക്കാരൻ അത് വാങ്ങുന്നു. കാരണം അയാൾക്ക് ഉറപ്പുണ്ട്, ഈ നോട്ടുമായി അയാൾ പച്ചക്കറി വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ ഇത് സ്വീകരിക്കുമെന്ന്. ആ പച്ചക്കറിക്കാരൻ ഉറപ്പുണ്ട്, തൻ്റെ മകളുടെ സ്കൂൾ ഫീസ് അടയ്ക്കാൻ ഈ നോട്ട് കൊടുത്താൽ സ്കൂളുകാർ അത് വാങ്ങുമെന്ന്. ഇതൊരു വലിയ ശൃംഖലയാണ്. ഈ ശൃംഖലയിലെ ഓരോ കണ്ണിയും വിശ്വസിക്കുന്നത് മറ്റെല്ലാ കണ്ണികളും ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാണ്. ഇതൊരു സാമൂഹികമായ ഉടമ്പടിയാണ്. നമ്മൾ ആരും ഒരിടത്തും ഒപ്പിട്ടിട്ടില്ലാത്ത, പക്ഷെ നമ്മളെല്ലാം എല്ലാ ദിവസവും പാലിക്കുന്ന ഒരു വലിയ കരാർ. നമ്മൾ ചൈനയിലെ പറക്കുന്ന പണത്തിൻ്റെ കഥ പറഞ്ഞത് ഓർമ്മയില്ലേ? അതൊരു വാഗ്ദാനത്തിൻ്റെ കടലാസായിരുന്നു. ഇത് കൊണ്ടുവന്നാൽ സ്വർണം തരാമെന്ന വാഗ്ദാനം. എന്നാൽ ഇന്നത്തെ നമ്മുടെ നോട്ടുകൾക്ക് അങ്ങനെ ഒരു വാഗ്ദാനത്തിൻ്റെ പിൻബലം പോലുമില്ല. 1971 വരെ അമേരിക്കൻ ഡോളറിന് പകരമായി സ്വർണം കൊടുക്കുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ലോകത്തിലെ മറ്റു കറൻസികളെല്ലാം ഡോളറുമായി ബന്ധിപ്പിച്ചിരുന്നതുകൊണ്ട് പരോക്ഷമായി എല്ലാ കറൻസികൾക്കും ഒരു സ്വർണത്തിൻ്റെ ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ 1971 അമേരിക്ക ആ ബന്ധം ഉപേക്ഷിച്ചു. അതിനുശേഷം ലോകത്തുള്ള ഒരു കറൻസിക്കും സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ യാതൊരു പിൻബലവുമില്ല. അതിനെ ഫിയാറ്റ് മണി എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിളിക്കുന്നത്. ഫിയറ്റ് എന്ന ലാറ്റിൻ വാക്കിനർത്ഥം അങ്ങനെ ആകട്ടെ, അല്ലെങ്കിൽ അതൊരു കൽപ്പനയാണ് എന്നൊക്കെയാണ്. അതായത് ഈ കടലാസിന് മൂല്യമുണ്ട്, കാരണം ഗവൺമെൻറ് അങ്ങനെ പറയുന്നു. അതൊരു കൽപ്പനയാണ്. നമ്മൾ ആ കൽപ്പനയെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ടെലിവിഷനിൽ വന്ന് ഇന്നു മുതൽ ഈ 100 രൂപ നോട്ടിന് ഒരു വിലയുമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ എന്ത് സംഭവിക്കും? ഒറ്റ രാത്രി കൊണ്ട് ആ കടലാസ് കഷണം വെറും കടലാസായി മാറും. അതിലെ ഗാന്ധിജിയുടെ ചിത്രത്തിന് ഒരു കലണ്ടറിലെ ചിത്രത്തേക്കാൾ കൂടുതൽ വിലയുണ്ടാകില്ല. മനുവിൻ്റെ പോക്കറ്റിലിരിക്കുന്ന നിധി ഒരു നിമിഷം കൊണ്ട് വിലയില്ലാത്ത ചവറായി മാറും. കാരണം അതിൻ്റെ മൂല്യം നിലനിന്നിരുന്നത് നമ്മുടെയെല്ലാം കൂട്ടായ വിശ്വാസത്തിൽ മാത്രമായിരുന്നു.
ആ വിശ്വാസം ഇല്ലാതാകുന്ന നിമിഷം പണവും ഇല്ലാതാകുന്നു. അതുകൊണ്ട് പണം എന്നത് ഒരേ സമയം യാഥാർത്ഥ്യവും ഒരു മിഥ്യയുമാണ്. അത് യാഥാർത്ഥ്യമാണ് കാരണം അതുകൊണ്ട് നമുക്ക് വീട് വാങ്ങാം, വിശപ്പടക്കാം, ലോകം മുഴുവൻ യാത്ര ചെയ്യാം. അത് മനുവിനെയും മായയും രണ്ടായി വിഭജിക്കുന്ന യഥാർത്ഥ മതിലാണ്. എന്നാൽ അതൊരു മിഥ്യയാണ് കാരണം അതിൻ്റെ ശക്തി നിലനിൽക്കുന്നത് ഭൗതികമായ ഒന്നിലുമല്ല, മറിച്ച് നമ്മുടെയെല്ലാം തലച്ചോറിനുള്ളിൽ, നമ്മുടെ മനസ്സിൽ മാത്രമാണ്. നമ്മളെല്ലാവരും ചേർന്ന് അഭിനയിക്കുന്ന ഒരു വലിയ നാടകത്തിലെ ഒരു കഥാപാത്രം മാത്രമാണ് പണം. ആ നാടകം തുടരുന്നിടത്തോളം കാലം ആ കഥാപാത്രത്തിന് വലിയ ശക്തിയുണ്ടാകും. ഈ വിശ്വാസം എത്രത്തോളം ശക്തമാണെന്ന് കാണിക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒറ്റപ്പെട്ടൊരു ദ്വീപിൽ നിങ്ങൾ അകപ്പെട്ടു പോയെന്ന് കരുതുക. നിങ്ങളുടെ കയ്യിൽ ഒരു പെട്ടി നിറയെ ലക്ഷക്കണക്കിന് രൂപയുടെ നോട്ടുകളുണ്ട്. പക്ഷെ ആ ദ്വീപിൽ വേറെ ആരുമില്ല. നിങ്ങൾക്ക് കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ ശുദ്ധജലവുമില്ല. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ പണത്തിന് എന്തു വിലയാണുള്ളത്? ഒരു വിലയുമില്ല. ഒരു കടലാസിൻ്റെ വില പോലും അതിനില്ല. കാരണം തീ കത്തിക്കാൻ പോലും അത് മതിയാവില്ല. എന്നാൽ ആ സമയത്ത് അതുവഴി ഒരു മുക്കുവൻ ഒരു കുപ്പി വെള്ളവും ഒരു പൊതി മീനുമായി വന്നാൽ നിങ്ങൾ ആ പെട്ടി നിറയെ പണം കൊടുത്ത് അത് വാങ്ങാൻ തയ്യാറാകും. കാരണം ആ നിമിഷം നിങ്ങൾക്ക് പണത്തേക്കാൾ വിലയുള്ളത് ആ വെള്ളവും ആഹാരവുമാണ്. ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. പണത്തിന് മൂല്യമുള്ളത് അത് കൈമാറ്റം ചെയ്യപ്പെടാൻ ഒരു സമൂഹമുണ്ടാകുമ്പോൾ മാത്രമാണ്. മറ്റുള്ളവർ അതിന് വിലയുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ പണത്തെ ഒരു യാഥാർത്ഥ്യമായി കാണുന്നു. പക്ഷേ സത്യത്തിൽ അത് നമ്മൾ പരസ്പരം പറയുന്ന ഒരു കഥ മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും വിജയകരമായ കഥ. ആ കഥയിൽ വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചതുകൊണ്ടാണ് നമുക്ക് കൂറ്റൻ നഗരങ്ങൾ പണിയാനും രാജ്യങ്ങൾ ഉണ്ടാക്കാനും ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനും കഴിഞ്ഞത്. പക്ഷേ അതേ കഥ തന്നെയാണ് സമൂഹത്തിൽ വലിയ അസമത്വങ്ങൾ ഉണ്ടാക്കുന്നതും മനുവിനെ പോലുള്ളവരെ ദാരിദ്ര്യത്തിൻ്റെ കെണിയിൽ തന്നെ നിലനിർത്തുന്നതും. നമ്മൾ വിശ്വസിക്കുന്ന ആ കടലാസ കഷ്ണം ഒരേ സമയം ഒരു വലിയ അനുഗ്രഹവും ഒരു വലിയ ശാപവുമാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഒരു പുഴയുടെ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നായിരുന്നു. അവിടെ കോരൻ എന്ന മുക്കുവൻ തൻ്റെ മീനിനു പകരം ഒരു ജോഡി ചെരുപ്പ് കിട്ടാൻ അലയുകയായിരുന്നു. ആ ലളിതമായൊരു പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് മനുഷ്യൻ പണമെന്ന ആശയം കണ്ടുപിടിച്ചത്. കവിടിയും ഉപ്പും മുതൽ സ്വർണ്ണ നാണയങ്ങൾ വരെ, അവിടെ നിന്ന് കടലാസ് നോട്ടുകളിലേക്കും ഒടുവിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിലെ അക്കങ്ങളിലേക്കും പണം രൂപം മാറി. ഓരോ രൂപമാറ്റത്തിലും അത് കൂടുതൽ സൗകര്യപ്രദമായി, കൂടുതൽ വേഗതയുള്ളതായി. അത് ലോകത്തെ ഒന്നാക്കി, കച്ചവടം എളുപ്പമാക്കി, വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കി. പണമില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ലോകമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ മറ്റൊരു കാര്യം കൂടി കണ്ടു. നമ്മൾ ഉണ്ടാക്കിയ ഈ ഉപകരണം പതുക്കെ പതുക്കെ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് വഴുതി പോകുന്നത് പോലെ. അതൊരു ഉപകരണം എന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്ന ഒരു യജമാനനായി മാറുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ ഈ കഥയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആ വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കിയാകുന്നു. അവസാനം നമ്മൾ പണത്തെയാണോ അതോ പണം നമ്മളെയാണോ നിയന്ത്രിക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ചരിത്ര പുസ്തകങ്ങൾ മാത്രം മറിച്ചു നോക്കിയാൽ മതിയാവില്ല. നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നോക്കണം. ഇന്ന് നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിലും പണത്തിൻ്റെ സ്വാധീനമില്ലേ? നമ്മൾ ഏത് ജോലി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രമാണോ? അതോ ഏത് ജോലിക്ക് കൂടുതൽ ശമ്പളം കിട്ടുമെന്ന ചിന്ത അതിലൊരു പ്രധാന ഘടകമല്ലേ? ഒരു ഗ്രാമത്തിൽ സമാധാനപരമായി കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നൊരു ഡോക്ടറെയാണോ അതോ നഗരത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു സർജനെയാണോ നമ്മുടെ സമൂഹം വിജയിച്ചവൻ എന്ന് വിളിക്കുന്നത്? നമ്മൾ എവിടെ താമസിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഫോൺ ഉപയോഗിക്കണം, നമ്മുടെ കുട്ടികളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണം എന്നിങ്ങനെ നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പിന് പിന്നിലും ഒരു പ്രൈസ് ടാഗുണ്ട്. നമ്മുടെ ബന്ധങ്ങളെപ്പോലും പണം സ്വാധീനിക്കുന്നില്ലേ? സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ പലരും മടിക്കുന്നു. പണത്തിൻ്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ തകരുന്നു, എത്രയോ സൗഹൃദങ്ങൾ ഇല്ലാതാകുന്നു. നമ്മൾ മനുഷ്യരെ അളക്കുന്നത് പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പൂജ്യങ്ങളുടെ എണ്ണം നോക്കിയാണ്. ഒരാളുടെ മൂല്യം നിശ്ചയിക്കുന്നത് അയാളുടെ സ്വഭാവമോ ദയോ അറിവോ അല്ല,
മറിച്ച് അയാളുടെ ആസ്തിയാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഓരോ മനുഷ്യൻ്റെ നെറ്റിയിലും ഒരു വില ഒട്ടിച്ചു വയ്ക്കുകയാണ്. ഈ യജമാനൻ നമ്മളോട് എപ്പോഴും ഒന്നേ പറയുന്നുള്ളൂ: കൂടുതൽ നേണം. നിങ്ങൾക്കൊരു സൈക്കിൾ കിട്ടിയാൽ അടുത്ത ലക്ഷ്യം ഒരു ബൈക്കാണ്. ബൈക്ക് കിട്ടിയാൽ ഒരു കാറ് വേണം. ചെറിയ കാറ് കിട്ടിയാൽ വലിയ കാറ് വേണം. ഒരു ചെറിയ വീട് വെച്ചാൽ അതിലും വലിയൊരെണ്ണം വെക്കണമെന്ന് തോന്നും. ഈ ഓട്ടത്തിന് ഒരവസാനമില്ല. നമ്മൾ എന്തിനാണ് ഓടുന്നതെന്ന് പോലും മറന്നുപോകുന്നു. സന്തോഷം കണ്ടെത്താനാണ് നമ്മൾ പണത്തിന് പിന്നാലെ ഓടുന്നത്. പക്ഷേ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ കണ്ടെത്തുന്നത് സന്തോഷമല്ല, മറിച്ച് കൂടുതൽ ആശങ്കകളും താരതമ്യങ്ങളും മാത്രമാണ്. എൻ്റെ അയൽക്കാരൻ്റെ കാറിൻ്റെ അത്ര വലുതല്ല എൻ്റെ കാറ് എന്ന ചിന്ത, എൻ്റെ സുഹൃത്ത് വാങ്ങിയ ഫ്ലാറ്റിൻ്റെ അത്ര വിലയില്ല എൻ്റെ വീടിന് എന്ന തോന്നൽ. നമ്മൾ പണമുണ്ടാക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല, മറിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ ആരാണെന്ന് കാണിക്കാനുള്ള ഒരു ഉപകരണമായി അത് മാറുന്നു. നമ്മൾ കണ്ടുപിടിച്ച ഈ ആശയം, നമ്മൾ വിശ്വസിക്കുന്ന ഈ കഥ ഇപ്പോൾ നമ്മളെക്കൊണ്ട് അതിലെ കഥാപാത്രങ്ങളായി ജീവിക്കാൻ നിർബന്ധിക്കുകയാണ്. അതിൽ ചിലർ രാജാക്കന്മാരാണ്, മറ്റു ചിലർ പടയാളികളും, ഭൂരിഭാഗം പേരും വെറും സാധാരണക്കാരും. ആ കഥയുടെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നു. ആ കഥയാണ് നമ്മളോട് പറയുന്നത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന്. രാവിലെ അലാറം വെച്ച് എഴുന്നേറ്റ് നമുക്കിഷ്ടമില്ലാത്ത ജോലിക്ക് പോകുന്നത് എന്തിനാണ്? പണത്തിനു വേണ്ടി. നമ്മുടെ ആരോഗ്യം നശിപ്പിച്ചും കുടുംബവുമായി സമയം ചെലവഴിക്കാതെയും നമ്മൾ അധ്വാനിക്കുന്നത് എന്തിനാണ്? പണത്തിനു വേണ്ടി. നമ്മൾ കണ്ടുപിടിച്ചൊരു ഉപകരണം ഇപ്പോൾ നമ്മളോട് കൽപ്പിക്കുകയാണ്, നമ്മളെ ഭരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മോചനമില്ലേ? നമ്മൾ ഈ കളിക്കളത്തിലെ പാവകൾ മാത്രമാണോ? ഒരുപക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ കണ്ടുപിടുത്തത്തിൻ്റെ തുടക്കത്തിൽ തന്നെയുണ്ട്. പണം ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല, അതൊരു മനുഷ്യനിർമ്മിതമായ ആശയമാണ്. അതൊരു കഥയാണ്. ഏതൊരു കഥയെയും പോലെ അതിനെ ചോദ്യം ചെയ്യാനും അതിനെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാനും നമുക്ക് കഴിയും. ഒരുപക്ഷെ പണത്തെ നിയന്ത്രിക്കാനുള്ള വഴി അതിന് വെറുക്കുകയോ നിരാകരിക്കുകയല്ല, മറിച്ച് അതിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയലാണ്. അതൊരു ഉപകരണം മാത്രമാണ്, ചുറ്റികയോ ഉളിയോ പോലെ. അതുകൊണ്ട് നമുക്ക് മനോഹരമായൊരു വീട് പണിയാം, അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കാം. തെറ്റ് ഉപകരണത്തിനല്ല, അത് ഉപയോഗിക്കുന്ന ആൾക്കാണ്. നമ്മുടെ ജീവിതമാകുന്ന കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് പണം. പക്ഷേ ആ കഥയിലെ നായകൻ്റെയോ നായികയുടെയോ സ്ഥാനം അതിന് നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഈ രാത്രി ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ശാന്തമായൊരു ചിന്ത നിറയട്ടെ. നമ്മുടെ മൂല്യം നമ്മുടെ ബാങ്ക് ബാലൻസിലല്ല, നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നു, എത്രത്തോളം ദയ കാണിക്കുന്നു, എത്ര പേർക്കൊരു ആശ്വാസമാകുന്നു എന്നതിലാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. പണം വരും പോകും. ഇന്നത്തെ കോടീശ്വരൻ നാളെ ദരിദ്രനായേക്കാം. എന്നാൽ നമ്മൾ നേടിയ അറിവും നമ്മൾ പങ്കുവച്ച സ്നേഹവും നമ്മൾ നൽകിയൊരു പുഞ്ചിരിയും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കും. അതുകൊണ്ട് നമ്മുടെ യാത്രയുടെ ഈ അവസാന നിമിഷങ്ങളിൽ ആ ഓട്ടമൊന്ന് നിർത്തി നമുക്ക് ചുറ്റുമൊന്ന് നോക്കാം. ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കോ രാത്രിയിൽ വീശുന്ന ഈ തണുത്ത കാറ്റിനോ നമ്മുടെ അടുത്ത് സമാധാനമായി ഉറങ്ങുന്ന പ്രിയപ്പെട്ടവർക്കോ പണത്തിൻ്റെ ഭാഷ അറിയില്ല, അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷയെ അറിയൂ. ആ വലിയ സത്യം പതിയെ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ. പണം എന്ന ഉപകരണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ അത് നമ്മുടെ യജമാനനല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവുമല്ല. അതൊരു യാത്രയിലെ വാഹനം മാത്രമാണ്, ലക്ഷ്യസ്ഥാനമല്ല. ആ തിരിച്ചറിവിൻ്റെ ശാന്തതയിൽ ഈ രാത്രി നമുക്ക് മെല്ലെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാം. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ലൊരു ശുഭരാത്രി നേരുന്നു.